ഹായ് നമസ്കാരം, ഏവർക്കും ഫാൽക്കൺ എക്സ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ദിജേഷ് ദിനേശൻ. നമ്മൾ SCRT സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണെന്ന്. കഴിഞ്ഞ ക്ലാസ് 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ചെയ്തത്. ആദിമ മനുഷ്യരും സംസ്കാരവും എന്ന ആ ഒരു ചാപ്റ്ററാണ് ചെയ്തത്. ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് കണ്ടവരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. പറഞ്ഞ പോലെ തന്നെ പ്രസ്താവന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പിന്നെ SCRTയിലത്തെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? പോവാം. നോക്കൂ, രണ്ടാമത്തെ പാഠം, രണ്ടാമത്തെ ചാപ്റ്റർ ആദിമ മനുഷ്യരും സംസ്കാരവും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഏത്? ആദ്യകാല രാഷ്ട്രങ്ങൾ. രണ്ടാമത്തെ ചാപ്റ്റർ ആദ്യകാല രാഷ്ട്രങ്ങൾ. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആദിമ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇത് അതേ തുടർന്ന് വരുന്ന ഒരു പാഠമാണ് അല്ലെങ്കിൽ ചാപ്റ്ററാണ് എന്ത് പറയുന്നത്? സാമൂഹ്യ പാഠം അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 ആ ഒരു സ്റ്റാൻഡേർഡ് 6 എഴുതി കാണാം. നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എഴുതിയത് കാണാം. ആദ്യകാല രാഷ്ട്രങ്ങൾ. എന്താണ് ആദ്യകാല രാഷ്ട്രങ്ങൾ? നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അല്ലെ, നമ്മളങ്ങനെ പ്രസ്താവന തലത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ കണ്ടാർന്നത് അല്ലെ. പ്രസ്താവന ചോദ്യങ്ങൾ, അതിന്റെ അനുബന്ധ വിവരങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താഴെ പറയുന്നതിൽ ശരിയായത് കണ്ടെത്തുക. നോക്കൂ, പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഒളിമ്പിക്സിന്റെ ജന്മദേശമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. അതും പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. ആ പോയിന്റ് കറക്റ്റ് ആണ്, ശരിയാണ്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രമായ ഏതൻസിലാണ് ജനാധിപത്യം ഉടലെടുക്കുന്നത്. നമ്മൾ ഭരണഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഗ്രീസ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ തന്നെ ഏതുമായി ബന്ധപ്പെട്ട്? ഏതൻസിലെ, ഗ്രീസിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരരാഷ്ട്രമായിരുന്ന ഏതൻസിലാണ് ജനാധിപത്യം ഉടലെടുക്കുന്നത്. ഇനി ക്ലാസിക്കൽ സംസ്കാരം എന്നൊരു പേര് കൂടി എന്തിനുണ്ട്? ഗ്രീക്ക് സംസ്കാരത്തിന് ഉണ്ട്. എന്താണ് ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്നത്? ഗ്രീക്ക് സംസ്കാരമാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഗ്രീസിലാണ് ഒളിമ്പിക്സ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രമായ ഏതൻസിലാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പോയിന്റ് ശരിയാണ്. ക്ലാസിക്കൽ സംസ്കാരം എന്നും എന്തിനു പേരുണ്ട്? ഗ്രീക്ക് സംസ്കാരത്തിന് പേരുണ്ട്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ഈ പോയിന്റ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള, ഈ ഭരണഘടന പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഏത്? ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ഗ്രീസാണ് എന്നുള്ളത്. അപ്പൊ 4 ശരിയാണ്. 4 ശരിയാണെങ്കിൽ ഈ ഉത്തരം പോവും. ഓക്കെ, അതുപോലെ തന്നെ പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീസാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇതും പോവും. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഈ പോയിന്റ് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ അപ്പൊ 3 ശരിയാവാൻ സാധ്യത ഉള്ളതാണ് അല്ലെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതും ശരിയാവാൻ സാധ്യത ഉള്ളതാണ്. ഒരു 50-50 ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഭാഗം ഒന്ന് വായിച്ചവരാണെങ്കിൽ ഓക്കെ, കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? എല്ലാം ശരി. 1, 2, 3, 4 ശരി എന്ന ഉത്തരമാണ് വരുന്നത്. അപ്പൊ ഈ പോയിന്റ് ഇവിടെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. എങ്ങനെയാണ്? പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രമായിരുന്നു ഏത്? ഏതൻസ്. അവിടെയാണ് ജനാധിപത്യം ഉടലെടുക്കുന്നത്. ദെൻ ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സംസ്കാരത്തെയാണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീക്കാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ് നോക്കാം. നോക്കൂ, പുരാതന കാലത്ത് ഈ ഗ്രീസിന് ഹെല്ലാസ് എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ പറയുന്നതിൽ ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്രീസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ ശരിയായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹെല്ലാസ് എന്ന പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഹെല്ലാസ് ഗ്രീസ്, ഹെല്ലാസ് ഗ്രീസ് എന്നറിയപ്പെടുന്നു, ഒരേപോലെ അറിയപ്പെടുന്നതാണ്. മീൻസ് ഹെല്ലാസ് തന്നെയാണ് ഇത്. ഗ്രീസിന്റെ പഴയ പേരാണ് ഇത്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെയും അത് അറിയപ്പെട്ടിരുന്നു. ഹെല്ലാസ് എന്നും കൂടി അറിയപ്പെട്ടിരുന്നു. ഇനി പ്രാചീന ഇന്ത്യയിൽ നമ്മൾ ഗ്രീക്ക് ജനതയെ വിളിച്ചിരുന്നത് യവനന്മാർ എന്നാണ്. യവനപ്രിയ, കുരുമുളകിനെ പറയുന്നതാണ്. യവനന്മാർക്ക് പ്രിയമായത് യവനപ്രിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ യവനന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഗ്രീക്കാണ്. അപ്പൊ അതുകൊണ്ട് പ്രാചീന ഇന്ത്യയിൽ യവനന്മാർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരാണ്. ഗ്രീക്ക് സംസ്കാരത്തിന് മുൻപ്
നിലവിലുണ്ടായിരുന്ന അവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഏജിയൻ സംസ്കാരം എന്ന് പറയും. എങ്ങനെയാണ്? ഗ്രീക്ക് സംസ്കാരത്തിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ നമ്മൾ എന്താണ് പറയുക? ഏജിയൻ സംസ്കാരം എന്ന് പറയും. പുരാതന ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ഗ്രീസിലാണ്, BCE 776. ഓക്കെ, ശരിയല്ലേ? ശരി. അപ്പൊ നമുക്ക് ഈ 8 പോയിന്റ് ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ഗ്രീസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഈ 4 പോയിന്റും ശരിയാണ്. പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സ് ആരംഭിച്ചു 776. അതുപോലെ തന്നെ ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രമായിട്ടുള്ള ഏഥൻസിലാണ് ജനാധിപത്യം ഉടലെടുക്കുന്നത്. ഗ്രീസ് തന്നെ അറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നാണ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ സംസ്കാരം എന്നൊരു പേര് കൂടി എന്തിനുണ്ട്? ഗ്രീക്ക് സംസ്കാരത്തിനുണ്ട്. ദെൻ പുരാതന കാലത്ത് ഗ്രീസ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഹെല്ലാസ് എന്ന്. പ്രാചീന ഇന്ത്യയിൽ നമ്മൾ അവരെ യവനന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തിന് മുൻപുണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇത് ഏജിയൻ സംസ്കാരം. പുരാതന ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് BCE, ബിഫോർ കോമൺ ഇറ അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 776. നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പ്രസ്താവന ചോദ്യം, മാതൃകാ പ്രസ്താവന ചോദ്യം. ഈ ചാപ്റ്ററിലെ ആ ഒരു പ്രധാനപ്പെട്ട ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ കുറിച്ച് പ്രസ്താവനകൾ പരിശോധിക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു നഗരരാഷ്ട്രത്തെ പറ്റി പറഞ്ഞു. ഏതാണത്? ഏഥൻസ് ഒരു നഗരരാഷ്ട്രം എന്ന് പറഞ്ഞു. നോക്കാട്ടോ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. ഗ്രീസിലെ പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളായിരുന്നു. ഗ്രാമങ്ങളും നഗരവും ചേർന്നാണ് നഗരരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. നഗരരാഷ്ട്രങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് പോളിസ്. എങ്ങനെയാണ്? ആദ്യത്തെ കാലത്ത് ഗ്രീസിലെ അധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്, ജനതയുടെ അധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശമായിരുന്നു. പിന്നീട് ഗ്രാമങ്ങളും നഗരങ്ങളും ചേർന്ന് നഗരരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടു. പിന്നെ എന്ത് പറയുന്നു? നഗരരാഷ്ട്രങ്ങൾ പൊതുവെ പേരല്ല, പൊതുവെ നഗരരാഷ്ട്രങ്ങളെ ഒന്നിച്ച് നമ്മൾ എന്ത് പറയും? പോളിസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ പോയിന്റും ശരിയാണ്. 1, 2, 3 ശരി, എല്ലാം ശരി. ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയവരാണെങ്കിൽ ഓക്കെയാണ്, അല്ലാത്തവർ നോക്കി പഠിക്കുക. ഗ്രീക്ക് ജനാധിപത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ക്ലീസ്തനിസ്. എന്താണ്? ഗ്രീക്ക് ജനാധിപത്യത്തിന്റെ പിതാവ് അല്ലെ, ഗ്രീക്ക് ജനാധിപത്യത്തിന്റെ പിതാവ്. ജനാധിപത്യം ഉടലെടുക്കുന്നത് എവിടെയാണ്? ഏഥൻസിലാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഏഥൻസ് ആണ്, ഗ്രീസ് ആണ് എന്നൊക്കെ പറഞ്ഞു. ആ ഗ്രീക്ക് ജനാധിപത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ക്ലീസ്തനിസ്. എന്താണ്? ക്ലീസ്തനിസ്. എന്താണ് ജനാധിപത്യം? ഗ്രീക്ക് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞിരിക്കുന്നു? നോക്കൂ. കൂട്ടായ തീരുമാനങ്ങളിലൂടെയോ വോട്ടെടുപ്പിലൂടെയോ ഭരണാധികാരികളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സംവിധാനത്തെയാണ് അന്നത്തെ കാലത്ത് എന്ത് പറഞ്ഞിരുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്, എന്നാലും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കൂട്ടായ തീരുമാനങ്ങളിലൂടെയോ വോട്ടെടുപ്പിലൂടെയോ ഭരണാധികാരികളെ ജനങ്ങൾ കണ്ടെത്തുന്ന രീതിയെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യം ലോകത്ത് ആദ്യമായി ഉരുത്തിരിഞ്ഞു വന്നത് എവിടെയാണ്? ഗ്രീക്കിലാണ്. ഗ്രീക്കിലെ തന്നെ ഏഥൻസിലാണ്. ഓക്കെ, പുരാതന ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഒന്ന് നമ്മൾ പഠിച്ചു, ഏഥൻസിലെ. ഏഥൻസിലാണ് ജനാധിപത്യം ഉടലെടുത്തത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അത് കൂടാതെ ഉണ്ടായിരുന്നതാണ് ഒന്ന് തീബ്സ്, ഒന്ന് കൊറിന്ത്, 3 ഏഥൻസ്, 4 സ്പാർട്ട. എങ്ങനെയാണ്? പുരാതന ഗ്രീസിലെ പ്രധാനപ്പെട്ട 4 നഗരരാഷ്ട്രങ്ങൾ അല്ലെ. നഗരരാഷ്ട്രങ്ങൾ ഉണ്ടാവുക എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഈ ഗ്രാമങ്ങളും നഗരങ്ങളും കൂടി ചേർന്നിട്ടാണ് നഗരരാഷ്ട്രങ്ങൾ ഉണ്ടായത്. ആ നഗരരാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട 4 ഇത്: തീബ്സ്, കൊറിന്ത്, ഏഥൻസ്, സ്പാർട്ട. ഓക്കെ അല്ലേ? അപ്പൊ ജനാധിപത്യത്തിന്റെ പിതാവ് ആരാണ്? ക്ലീസ്തനിസ് ആണ്. കൂട്ടായ തീരുമാനങ്ങളിലൂടെയോ അല്ലാതെയോ വോട്ടെടുപ്പിലൂടെയോ പ്രതിനിധികളെ, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ജനാധിപത്യം. പുരാതന ഗ്രീസിലെ പ്രധാനപ്പെട്ട 4 നഗരരാഷ്ട്രങ്ങളാണ് തീബ്സ്, കൊറിന്ത്, സ്പാർട്ട, ഏഥൻസ്. നോക്കാം. ഇനി നഗരരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണോ? അതെ, നോക്കാം. ഏഥൻസുമായി ബന്ധപ്പെട്ട് ഏതാണ് പ്രധാനപ്പെട്ട നഗരരാഷ്ട്രമാണ് ഇത്? ഏഥൻസ്. ജനാധിപത്യം ഉടലെടുക്കുന്നത് ഏഥൻസിലാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 4 നഗരരാഷ്ട്രങ്ങളിൽ ഏഥൻസിലാണ് എന്തുണ്ടാവുന്നത്? ജനാധിപത്യം ഉടലെടുക്കുന്നത്. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഏഥൻസിലാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു കഴിഞ്ഞു. ഏഥൻസ് ആണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്ത പ്രദേശം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാവർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. രാഷ്ട്രീയ സഭ അസംബ്ലി എന്നറിയപ്പെട്ടു. അസംബ്ലി എന്ന് അറിയപ്പെട്ടു. ആൺകുട്ടികൾക്ക്
2 വർഷത്തെ സൈനിക സേവനം നിർബന്ധം ആയിരുന്നു. എന്താണ് പോയിന്റുകൾ? ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുക്കുന്നത് ഏതൻസിലാണ്. അയ്യോ, ഇവിടെ പ്രസ്ഥാനം എന്നല്ല കേട്ടോ, പ്രസ്താവന എന്നാണ്. ചെറിയൊരു അച്ചടി മിസ്റ്റേക്ക് ആണത്. പ്രസ്താവന. ഓക്കെ. മലയാളം പഠിക്കുന്ന സമയത്തെ സ്പെല്ലിങ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറയും. അതില്ലാതിരിക്കാനാണ് പ്രസ്താവന, അല്ലെ? ഇതെന്താണ് ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കാനാണ്. അപ്പൊ ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഏതൻസിൽ തന്നെയാണ്. അത് ശരി. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് നോക്കെ ശരി. നോക്കൂ, ഇതിൽ ഈ പോയിന്റ് മാത്രമാണ് തെറ്റായിട്ട് കാണുന്നത്. SCERT ആ പാഠപുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് എന്ത്? അവിടുത്തെ ഈ വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ഒരു പോയിന്റ് നോക്കാട്ടെ നമുക്ക്. ഏതൻസിലെ പൗരന്മാർ ആരാന്നാണ് പറയണത്? ഏതൻസിലെ എല്ലാവരെയും പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നില്ല. എന്താണ്? ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷാകർത്താക്കള് ഏതൻസുമായി ഇരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം? അവരുടെ രക്ഷാകർത്താക്കള് ഏതൻസുകാര് ആയിരിക്കുകയും വേണം. ഇനി പെരിക്ലിയസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട്. അതോടെ നിൽക്കട്ടെ, ഒന്നുകൂടി പറയാം. ഏതൻസിലെ പൗരന്മാർ ആരായിരിക്കണം? പൗരത്വം ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് വേണം? സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷാകർത്താക്കള് ഏതൻസിലെ വ്യക്തികളുമായിരിക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് രണ്ടാമത്തെ പോയിന്റ് തെറ്റാവാൻ സാധ്യത ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം, അല്ലെ? എന്താണ് പൗരത്വമുള്ള എല്ലാവർക്കും എന്നുള്ളത്, അല്ലെ? പൗരത്വം കിട്ടണമെങ്കിൽ പുരുഷനായിരിക്കണം. അപ്പൊ ആ പോയിന്റ് ശരിയാവാൻ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും പങ്കാളിത്തമില്ല എന്ന് തെളിയിക്കലാണ്. അതുകൊണ്ട് ആ പോയിന്റ് നമുക്ക് തെറ്റായിട്ട് പറയാം. എല്ലാവർക്കും ഇല്ല, ആർക്ക് മാത്രമേ ഉള്ളൂ? പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ത്? വോട്ടവകാശം എന്ന് പറയുന്നത്. ഇനി ആരാണ് പെരിക്ലിയസ് എന്ന് പറയുന്നു? നോക്കൂ, ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലിയസ്. എങ്ങനെയാണ്? ജനാധിപത്യം ഉടലെടുക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഏതൻസിലാണ്. ഗ്രീസിലെ ഒരു പ്രധാനപ്പെട്ട നഗരരാഷ്ട്രമാണ് ഏത്? ഏതൻസ് എന്ന് പറയുന്നത്. ആ ഏതൻസിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പെരിക്ലിയസ്. നോക്കൂ, പെരിക്ലിയസിന്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനമായിട്ട് മാറിയത്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങള് തീബ്സ്, കൊറിന്ത്, ഏതൻസ്, സ്പാർട്ട എന്ന് പറയുന്ന 4 നഗരരാഷ്ട്രങ്ങളിൽ ഏതൻസിന് മേൽക്കോയ്മ നേടിയെടുക്കാൻ സാധിച്ചത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? പെരിക്ലിയസിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അധികാരം ഒരാളിലെ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതായിരിക്കണം എന്നായിരുന്നു പെരിക്ലിയസിന്റെ ഒരു തിയറി. എങ്ങനെയാണ്? ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയാണ് പെരിക്ലിയസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും മികച്ച നഗരരാഷ്ട്രമായിട്ട് ഏതൻസ് മാറുന്നത്. പെരിക്ലിയസിന്റെ ഒരു കാൽക്കുലേഷൻ മീൻസ് അയാളുടെ ഒരു അഭിപ്രായം പ്രകാരം അല്ലെങ്കിൽ ആശയപ്രകാരം എന്താണ്? അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കരുത്, ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു അധികാര സംവിധാനം വേണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. നോക്കൂ, ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കുമാണ് പങ്കാളിത്തം ഉണ്ടായിരുന്നത്. ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും. സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല, അടിമകൾക്ക് ഉണ്ടായിരുന്നില്ല, വിദേശികൾക്ക് ഉണ്ടായിരുന്നില്ല. അവർക്കൊന്നും എന്ത് കൊടുത്തിരുന്നില്ല? പൗരത്വം കൊടുത്തിരുന്നില്ല. എങ്ങനെയാണ്? സ്ത്രീകള്, അടിമകള്, വിദേശികള് തുടങ്ങിയവർക്കൊന്നും എന്തുണ്ടായിരുന്നില്ല? ഗ്രീസിലെ പൗരത്വം മീൻസ് ഏതൻസിലെ പൗരത്വം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പൗരത്വം ഉള്ളത് ആർക്ക് മാത്രമായിരുന്നു? ഈ പറയുന്ന പുരുഷന്മാർക്ക്. അവർ സ്വതന്ത്രരായിരിക്കണം. ഗാർഡിയൻസ്, രക്ഷകർത്താക്കൾ ആരായിരിക്കണം? അവരുടെ പേരൻസ് ആരായിരിക്കണം? ഗ്രീക്കുകാരായിരിക്കണം. അതൊക്കെയായിരുന്നു നിബന്ധന. ഇനി ശക്തമായ കപ്പൽ പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്ന നഗരരാഷ്ട്രമായിരുന്നു ഏത്? ഏതൻസ്. അതുപോലെ തന്നെ കലാ, സാംസ്കാരികം എന്നീ മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയും ഏതൻസിൽ നിലനിന്നിരുന്നു. എന്താണ് പറയുന്നത്? ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാ പൗരന്മാർക്കും എന്തുണ്ടായിരുന്നില്ല? അംഗത്വം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ്? പൗരത്വമുള്ളവർക്ക് പൗരത്വമുള്ളവർ ആരാണ്? പുരുഷന്മാരാണ്. അവർക്ക് മാത്രമാണ് അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നുള്ളൂ. ദെൻ സ്ത്രീകള്, അടിമകള്, വിദേശികള് അവർക്ക് പൗരത്വം കൊടുത്തിരുന്നില്ല. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്ന നഗരരാഷ്ട്രമാണ് ഏത്? ഈ പറയുന്ന ഏതൻസ്. കലാ, സാംസ്കാരികം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയും കൂടിയായിരുന്നു എവിടെ നിലനിന്നിരുന്നത്? ഏതൻസിൽ നിലനിന്നിരുന്നു. അപ്പൊ നമ്മൾ ആ ചോദ്യത്തിലേക്ക് ഒന്നും കൂടി പോവാട്ടോ. ഒരു പക്ഷെ ഈ പൗരത്വമുള്ള എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ശരി, അല്ലെ? എല്ലാം ശരി. കാരണം പൗരത്വമുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എന്തായി? പുരുഷന്മാരെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലേ?
എങ്ങനെയാണ്? ഏതൻസുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പരിശോധിക്കുമ്പോൾ ആദ്യ രൂപം ഉടലെടുത്തു. ശരിയാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാവർക്കും പങ്കാളിത്തം എന്ന് ചോദിച്ചാലാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുക. പൗരത്വമുള്ള എല്ലാവർക്കും പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ശരിയാണ്. പൗരത്വം കൊടുക്കുക ആർക്ക് മാത്രമാണ്? പുരുഷന്മാർക്ക് മാത്രമാണ്. രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ട് ശരിയാണ്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. എല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് വരിക. ഇനി പൗരത്വം എന്ന വാക്ക് ഇല്ലെങ്കിൽ അവിടെ എന്തായി? രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. പെരിക്ലേസ് ആരാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഏതൻസ് മേൽക്കോയ്മ നേടുന്നതെന്ന് പറഞ്ഞു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾക്ക് ഉണ്ടായിരുന്നില്ല. കലാ, സാംസ്കാരികം എന്നിവയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തൊരു വിദ്യാഭ്യാസ രീതി നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു. നോക്കൂ, ഉചിതമായ പ്രസ്താവന കണ്ടെത്തുക. എങ്ങനെയാണ്? ഉചിതമായ പ്രസ്താവന കണ്ടെത്തുക. ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പെരിക്ലിയസ്. പെരിക്ലിയസിനെ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ അല്ലെ? പെരിക്ലിയസ് ഏതൻസിലെ ശക്തനായ ഭരണാധികാരി ആയിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ലോകത്തിലെ തന്നെ അദ്ദേഹം അധികാരം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം എന്നുള്ള ആശയത്തിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവ് എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് പെരിക്ലിയസ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ശരി കൊടുക്കാം. എന്താണ്? പെരിക്ലിയസ്. ഏതൻസ് ഹെല്ലാസിന്റെ പാഠശാല എന്ന് പെരിക്ലിയസിന്റെ കാലത്ത് അറിയപ്പെട്ടു. ഹെല്ലാസിന്റെ പാഠശാല, ഹെല്ലാസ് മീൻസ് എന്താണ്? ഗ്രീസ് അല്ലെ? അപ്പൊ ഗ്രീക്കിലത്തെ ബാക്കി നഗരരാഷ്ട്രങ്ങള് ഏതൻസിനെ നോക്കി പഠിക്കണം അല്ലെ? ഏതൻസ് പെരിക്ലിയസിന്റെ കാലത്ത് അത്രയും മേൽക്കോയ്മ നേടിയപ്പോൾ എന്ത് പറഞ്ഞു? ഏതൻസിനെ നോക്കി പഠിക്കണം. ഏതൻസിനെ നോക്കി പഠിക്കണം. അപ്പൊ ഗ്രീസിന്റെ പാഠശാലയായിട്ട് മാറി ഏത്? ഏതൻസ്. ശരിയാണ്. പെരിക്ലിയസിന്റെ കാലഘട്ടമാണ് ഏതൻസിന്റെ സുവർണ കാലഘട്ടം. പ്രഭുഭരണം നിലനിന്നിരുന്ന ഗ്രീക്ക് നഗരരാഷ്ട്രമാണ് ഏതൻസ് അല്ലെ? അതൊരിക്കലും സാധ്യമല്ല. കാരണം എന്താ? പ്രഭുഭരണം അല്ല അവിടെ നിലനിന്നിരുന്നത്. അവിടെ ഒരു ജനാധിപത്യ രീതിയിൽ പെരിക്ലിയസ് പറഞ്ഞത് എന്താ? ജനങ്ങൾക്കും കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണ സംവിധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നാലാമത്തെ പോയിന്റ് ഒരു കാരണവശാലും ശരിയാവാൻ സാധ്യതയില്ല. 1, 2, 3 ശരി. ഓപ്ഷൻ ബി. എന്തൊക്കെയാണോ ഒന്നുകൂടി നോക്കാം. ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവ് എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് ആര്? പെരിക്ലിയസ്. ഏതൻസ് ഗ്രീസിന്റെ പാഠശാല അല്ലെങ്കിൽ ഹെല്ലാസിന്റെ പാഠശാല എന്ന് ആരുടെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടു? പെരിക്ലിയസിന്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടു. പെരിക്ലിയസിന്റെ കാലഘട്ടമാണ് ഏതൻസിലെ സുവർണ കാലഘട്ടം. അയാളാണ് ഏറ്റവും ശക്തനായ ഭരണാധികാരി നമ്മൾ പറഞ്ഞു. പ്രഭുഭരണം അവിടെ നിലനിന്നിരുന്നില്ല. അപ്പൊ ആ പോയിന്റ് തെറ്റാണ്. 1, 2, 3 ശരി. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട പോയിന്റ് നോക്കാം. പ്രഭുഭരണവും സൈനിക സ്വേച്ഛാധിപത്യവും നിലനിന്നിരുന്ന നഗരരാഷ്ട്രം ഏതായിരുന്നു? സ്പാർട്ടയായിരുന്നു അല്ലെ? കൊറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട. 4 നഗരരാഷ്ട്രങ്ങൾ. അതിലെ സ്പാർട്ടയിലാണ് എന്ത് നിലനിന്നിരുന്നത്? പ്രഭുഭരണവും അതുപോലെ സൈനിക സ്വേച്ഛാധിപത്യവും നിലനിന്നിരുന്ന പ്രദേശം സ്പാർട്ടയാണ്. ഓക്കെ അല്ലേ? ശരി. സ്പാർട്ടയിൽ ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഏതൻസിൽ 2 വർഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ സ്പാർട്ടയിൽ പ്രഭുഭരണം ആയതുകൊണ്ട്, അത് സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട്, അല്ലെ ഭാഗമായതുകൊണ്ട് അവിടെ എന്ത് നിർബന്ധമായും 10-23 വർഷത്തോളം സൈനിക സേവനം നിർബന്ധമാക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട നഗരരാഷ്ട്രം കൂടിയായിരുന്നു ഏത്? സ്പാർട്ട. അപ്പൊ പ്രഭുഭരണം നിലനിൽക്കുന്ന നഗരരാഷ്ട്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൻസ് അല്ല. ഏതാണ്? സ്പാർട്ടയാണ്. ഏതൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന വാക്ക് ഏതാ? ജനാധിപത്യമാണ്. പെരിക്ലിയസ് ഏതൻസുമായി ബന്ധപ്പെട്ട ഭരണാധികാരിയാണ്. ഓക്കെ, നോക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ? കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണോ? റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ, ഒപ്പം നിൽക്കണം. പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളും പറഞ്ഞു നോക്കണം. എങ്കിലാണ് നമുക്കിത് മനസ്സിൽ ഉറച്ചു നിൽക്കുള്ളൂ. ഓക്കെ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 3 പ്രസ്താവനയുള്ളൂ കേട്ടോ, 4 എണ്ണം ഇല്ല. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന: ഏതൻസ്, സ്പാർട്ട രണ്ടും കൂടി ഒരു സംയുക്ത സഖ്യമായി മാറുകയും പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ ഒരു യുദ്ധം നടത്തുകയും ചെയ്തു. ആ യുദ്ധത്തിന് നമ്മൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം എന്ന് പറയും. ശരിയാണ്. എന്താണ്? ഏതൻസും സ്പാർട്ടയും 4 നഗരരാഷ്ട്രങ്ങളിലെ 2 എണ്ണം ഒരു സംയുക്ത സഖ്യമായി മാറി, ഏതൻസും സ്പാർട്ടയും. എന്നിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ ഒരു യുദ്ധം നടത്തി. ആ യുദ്ധത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം എന്ന് വിളിക്കും. ഈ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടന്നത് മാരത്തൺ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് വെച്ചിട്ടാണ്. ഗ്രീസിലെ മാരത്തൺ എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചിട്ടാണ്. ഏതൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന യുദ്ധമാണ് പെലോപ്പൊനീഷ്യൻ യുദ്ധം. എന്താണ്? പെലോപ്പൊനീഷ്യൻ യുദ്ധം.
നോക്കൂ, ആദ്യം ഏതൻസും സ്പാർട്ടയും തമ്മിൽ സംയുക്ത സഖ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോയിന്റ് ശരിയാണ്. പിന്നെ അവര് തമ്മിൽ യുദ്ധം നടന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പോയിന്റ് ഇതിൽ തെറ്റാവാൻ സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ അങ്ങനെയല്ല, 2 പോയിന്റ് ശരിയാണ്. കാരണം കുറച്ചു കാലത്തിന് ശേഷം ഈ സ്പാർട്ടയും ഏതൻസും തമ്മിൽ ചില ഒരു ആശയപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവുകയും അവർ തമ്മിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ പോയിന്റ് ശരിയാണ്, ഈ പോയിന്റ് ശരിയാണ്, ഈ പോയിന്റ് ശരിയാണ്. എങ്ങനെയാണ്? ഏതൻസ് സ്പാർട്ട സംയുക്ത സഖ്യം, അതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യവും തമ്മിൽ നടന്ന യുദ്ധം ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം എന്ന് പറയും. ഏതൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന യുദ്ധത്തിന് പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്ന് പറയും. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടന്നത് മാരത്തണിലാണ്. അപ്പൊ എല്ലാ പോയിന്റും ശരി. 1, 2, 3 ശരി. ഓക്കെ, മാതൃകാ ചോദ്യങ്ങളാണ്. ഓക്കെ, മാരത്തൺ ഓട്ടം അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് മാരത്തൺ ഓട്ടം അല്ലെ, ഓട്ടം. ഒരുപാട് പേര് മാരത്തൺ ഓട്ടത്തിൽ പങ്കെടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായത് എന്നാ നോക്കൂ. മാരത്തൺ ഓട്ടം ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസുമായി ബന്ധപ്പെട്ട് 1026 ആ സമയത്ത് ഏതൻസിൽ നിന്ന് ഒരു 26 മൈലുകൾക്ക് അപ്പുറത്തുള്ള മാരത്തൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. എന്താണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം? ആരൊക്കെ തമ്മിലായിരുന്നു? പേർഷ്യൻ സാമ്രാജ്യം ഒരു സൈഡില്, ഈ പറഞ്ഞ ഏതൻസും സ്പാർട്ടയും ഒരു സൈഡിൽ സംയുക്ത സഖ്യം. അവർ തമ്മിൽ ഏറ്റുമുട്ടിയ സ്ഥലമാണിത് മാരത്തൺ. ആര് ജയിച്ചു? ഗ്രീക്കുകാർ വിജയികളായി. പേർഷ്യൻ സാമ്രാജ്യം പരാജയപ്പെട്ടു. വിജയ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. 26 മൈൽ അപ്പുറത്താണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ എങ്ങോട്ട് അയച്ചു? ഏതൻസിലേക്ക് അയച്ചു. അയാൾ അത്രയും ദൂരം ഓടിയിട്ടാണ് ഈ സന്തോഷ വാർത്ത പങ്കുവെച്ചത്. എന്താണ് പറഞ്ഞത്? ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു, ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട്. പക്ഷെ ദീർഘദൂരം ഓടിയത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു? ആ ഓട്ടത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദീർഘദൂര ഓട്ടത്തിനെ എന്ത് പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത്? മാരത്തൺ ഓട്ടം. നോക്കൂ, 6ാം ക്ലാസ്സിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്. എത്ര പേർക്ക് അറിയാവുന്ന പോയിന്റാ അല്ലെ? നമുക്കപ്പോ അത്രയും ചെറിയൊരു പോയിന്റ് പോലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, മാരത്തൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധം ഏതാണെന്നാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഏതാണ്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം അല്ലെ. അതിൽ ഗ്രീക്കുകാർ ജയിച്ചു. ആ മാരത്തൺ ഓട്ടം അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇനി നോക്കൂ, ഹെറോഡോട്ടസും തൂസിഡൈഡ്സും അല്ലെ, 2 ആൾക്കാർ ഗ്രീക്കോ പേർഷ്യ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കിയിട്ട് ഒരു കൃതി ഉണ്ട്, ദ ഹിസ്റ്ററീസ്. എന്താണ്? ദ ഹിസ്റ്ററീസ്. ദ ഹിസ്റ്ററീസ് ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ചരിത്ര കൃതിയായിട്ടാണ് കരുതപ്പെടുന്നത്. എന്താണ്? ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന കൃതി ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് എഴുതിയത് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ഓക്കെ, ഇനി ഈ കൃതി രചിച്ചു ഹെറോഡോട്ടസ്. സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നില്ല, അതിനെന്താ പറയാ? പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞു. സ്പാർട്ടയും ഏതൻസും തമ്മിൽ വൈരാഗ്യത്തിലായി അവരൊരു യുദ്ധം നടത്തി. അതിനെന്താണ് പറയാ? പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്നാണ് പറയാ. ആ യുദ്ധത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസിഡൈസ് എന്ന് പറയുന്ന ചരിത്രകാരനാണ്. ആ പുസ്തകത്തിന്റെ പേര് ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ. ഹിസ്റ്ററി ഓഫ് പെലോപ്പൊനീഷ്യൻ വാർ. അപ്പൊ ദ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ഹെറോഡോട്ടസിന്റെ ആണ്. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധമാണ്. ഹെറോഡോട്ടസ് എഴുതിയ ദ ഹിസ്റ്ററീസ്. അതാണ് ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ശരി. ഇനി സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന യുദ്ധത്തിനെ പറ്റി പറയുന്ന പുസ്തകമാണിത്, ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ. ഓക്കെ, അത് എഴുതിയത് ആരാണ്? തൂസിഡൈഡ്സ് ആണ്. അപ്പൊ ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഈ പേരുകൾ മാറാനും മതി. ഹെറോഡോട്ടസ് ദ ഹിസ്റ്ററി, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം. ഇത് സൂസിഡൈഡ്സ് എന്താണ്? ദി ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ. എന്തുമായി ബന്ധപ്പെട്ടാണ്? സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള യുദ്ധം. ഓക്കെ അല്ലേ? അപ്പോൾ അതുമായി നോക്കൂ. ശരിയായ പ്രസ്താവന എന്താണ്? ശരിയായ പ്രസ്താവന. പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനാണ് അല്ലെ. പ്ലേറ്റോനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. തത്വചിന്തകനായ പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ആ ശരിയായ പ്രസ്താവന കേട്ടോ. പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനാണ്. ശരിയാണ്. ഇതെങ്ങനെ വരിക? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനാണ്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയത് സോക്രട്ടീസ് ആണ്. അദ്ദേഹമാണ് അങ്ങനെ ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് പ്ലേറ്റോ ആണ്.
അരിസ്റ്റോട്ടിലിന്റെ പ്രധാന കൃതി ഉണ്ട് കേട്ടോ. അരിസ്റ്റോട്ടിലിന്റെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക്. നമ്മൾ ഈ ഭാഗം തീരെ വായിച്ചിട്ടില്ല. അപ്പൊ ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ചാർട്ട് കാണാം. ഓക്കെ, ഇതാ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഓക്കെ അല്ലേ? എന്താണ്? സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. ഒന്നാമൻ, രണ്ടാമത്തെ ആള്, ഇത് മൂന്നാമത്തെ ആള് അല്ലെ? സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. ആരാണിത്? ഗ്രീക്ക് തത്വചിന്തകന്മാരാണ്. ആരാണ്? ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. എന്തുണ്ടായി? അറിവാണ് നന്മ എന്ന് പറയുന്ന ഒരു തത്വത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ആര്? സോക്രട്ടീസ്. സംവാദ രീതിയിലാണ് അദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. ആ രീതിയിൽ നമ്മൾ എന്ത് പറയും? സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയും. എന്താണ് സോക്രട്ടിക് മെത്തേഡ്? സോക്രട്ടീസ് സംവാദ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്? സംവാദ രീതിയിലാണ്. അതിനെ നമ്മൾ എന്ത് പറയും? സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയും. അറിവാണ് നന്മ എന്ന് പറയുന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? സോക്രട്ടീസുമായി ബന്ധപ്പെട്ടാണ്. ഇനി രണ്ടാമത്തെ ആളിലേക്ക് വരുമ്പോൾ, സോക്രട്ടീസിന്റെ പ്രധാന ശിഷ്യനാണ് ആര്? പ്ലാറ്റോ. സോക്രട്ടീസിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ഒരു പഠന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് അക്കാദമി എന്നാണ്. പ്ലാറ്റോയുടെ അക്കാദമി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇത് റിപ്പബ്ലിക്. അങ്ങനെയാണ് റിപ്പബ്ലിക്. അപ്പൊ അറിവാണ് നന്മ സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ഒരു സോക്രട്ടിക് മെത്തേഡ്, ചോദ്യരീതി, സംവാദ രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? പ്ലാറ്റോ എന്ന് പറയുന്ന വ്യക്തി. പ്ലാറ്റോയുമായി ബന്ധപ്പെട്ട കൃതിയാണ് റിപ്പബ്ലിക്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു മീൻസ് പഠന കേന്ദ്രമാണ് ഇത് അക്കാദമി എന്ന് പറയുന്നത്. ശരി, മൂന്നാമത്തെ ആൾ അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ ശിഷ്യനാണ് ആര്? അരിസ്റ്റോട്ടിൽ. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്താണ്? ലൈസിയാണ്. പഠനകേന്ദ്രം ഏതാണ്? ലൈസിയം. അക്കാദമിയിലെ ശിഷ്യനായിരുന്നു. അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ട് ആര്? അരിസ്റ്റോട്ടില് അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ട്. കാരണം പ്ലാറ്റോയുടെ ശിഷ്യനല്ലേ. അപ്പൊ പ്ലാറ്റോയുടെ അക്കാദമിയിൽ പഠിച്ച തത്വചിന്തകനാണ് ആര്? അരിസ്റ്റോട്ടില്. എന്നിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പഠന കേന്ദ്രമാണ് ഏത്? ലൈസിയം. ഈ എന്താ പറയാ, അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൃതി ഏതാണ്? പൊളിറ്റിക്സ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അറിവാണ് നന്മ, സംവാദ രീതി സോക്രട്ടീസ്, പ്ലാറ്റോ റിപ്പബ്ലിക് അക്കാദമി, അരിസ്റ്റോട്ടില് ലൈസിയം, പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാട്ടോ. ശരിയായ പ്രസ്ഥാനം പ്ലാറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനാണ്. ശരിയാണ് അല്ലെ? അറിവാണ് നന്മ സോക്രട്ടീസ് ശരിയാണ്. ലൈസിയം ആരുടെയാ? ലൈസിയം അരിസ്റ്റോട്ടിലിന്റെ ആണ്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ? അരിസ്റ്റോട്ടിലിന്റെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക്. ഇതും തെറ്റാണ്. അരിസ്റ്റോട്ടിലിന്റെ കൃതി ഏതാണ്? അരിസ്റ്റോട്ടിലിന്റെ കൃതി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അപ്പൊ 3ഉം 4ഉം തെറ്റി. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവന 1, 2 ശരി. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട 2 പോയിന്റ് കൂടി നോക്കാം. അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച പഠന കേന്ദ്രമാണ് ലൈസിയം. നമ്മൾ ആ ചാർട്ടിൽ കണ്ടു. ലൈസിയം, അരിസ്റ്റോട്ടില്, പൊളിറ്റിക്സ്. ഓക്കെ, പ്ലാറ്റോയുടെ ശിഷ്യൻ അക്കാദമിയില് പഠിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടലിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് പൊളിറ്റിക്സ്. ഓക്കെ, പ്ലാറ്റോ സ്ഥാപിച്ച പഠന കേന്ദ്രമാണ് അക്കാദമി. പ്ലാറ്റോ, അക്കാദമി, റിപ്പബ്ലിക്, സോക്രട്ടീസിന്റെ ശിഷ്യൻ. അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു അരിസ്റ്റോട്ടിൽ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു. റിപ്പബ്ലിക് പ്ലാറ്റോയുടെ കൃതിയാണ് അല്ലെ? റിപ്പബ്ലിക് പ്ലാറ്റോയുടെ കൃതിയാണ്. ഇത് അടുത്ത പോയിന്റ് ആണ്. എന്താണ്? സംവാദ രീതി, ചോദ്യരീതി ആശയങ്ങൾ പ്രചരിപ്പിച്ച ആളാണ് ആര്? സോക്രട്ടീസ്. അത് ശരിയാണ്. ഒരു കൃതി പോലും എഴുതാതെ തത്വചിന്തകൻ എന്നുള്ള പേര് കിട്ടിയ ആളാണ് ആര്? സോക്രട്ടീസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ റിപ്പബ്ലിക് ആരുടെ കൃതിയാ? പ്ലാറ്റോയുടെ. പൊളിറ്റിക്സ് ആരുടെ കൃതിയാ? അരിസ്റ്റോട്ടിലിന്റെ. സോക്രട്ടീസിന്റെ കൃതി പറഞ്ഞിട്ടില്ല, സംവാദ രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ പോയിന്റ് ഉണ്ട്. ഒരു കൃതി പോലും എഴുതാതെ പ്രസിദ്ധനായ ഗ്രീക്ക് തത്വചിന്തകനാണ് ആര്? സോക്രട്ടീസ്. അറിവാണ് നന്മ സോക്രട്ടീസ്. പ്ലാറ്റോയുടെ ഗുരു, സംവാദ രീതി. പ്ലാറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യൻ, റിപ്പബ്ലിക് അക്കാദമി. അരിസ്റ്റോട്ടില് പ്ലാറ്റോയുടെ ശിഷ്യൻ, ലൈസിയം അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ട്, പൊളിറ്റിക്സ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്നും കൂടി. ഇത് SCRT-യിലെ കൃത്യമായിട്ടുള്ളൊരു ചാർട്ടാണ് കേട്ടോ. അരിസ്റ്റോട്ടിലുമായി ഇനി കിട്ടും. ഇനി അടുത്ത ചോദ്യം നമ്മൾ സ്കോർ ചെയ്യും. അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന നോക്കട്ടെ. എന്താ? ABCD ആണ്. ഒരെണ്ണേ തെറ്റുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പ്ലാറ്റോയുടെ പ്രധാന ശിഷ്യൻ, ഗ്രാഫ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്ലാറ്റോയുടെ ശിഷ്യൻ, ജ്ഞാനികളുടെ ആചാര്യം എന്നറിയപ്പെടുന്നു. നമുക്ക് അറിയില്ല, അത് നമ്മൾ കേട്ടിട്ടില്ല തോന്നുന്നു അല്ലെ? അക്കാദമി എന്ന വിദ്യാലയം ആരംഭിച്ചു. തെറ്റ്.
ഇനിയിപ്പോ ഇതും അറിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒറ്റ പ്രസ്താവനയെ തെറ്റുള്ളൂ, അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? അക്കാദമി ആരുടെയാ? അക്കാദമി പ്ലേറ്റോയുടെയാണ് അല്ലെ? അക്കാദമി പ്ലേറ്റോയുടെയാണ്. അരിസ്റ്റോട്ടലിന്റെ കൃതി ഏതല്ല? വിദ്യാഭ്യാസ കേന്ദ്രം ഏതാ? പഠന കേന്ദ്രം ഏതാ? അത് ലൈസിയം ആണ് അല്ലെ? അപ്പൊ സി തെറ്റാണ്. അപ്പൊ എന്തൊക്കെ ഇവിടുന്ന് പഠിച്ചു പോകണം? അലക്സാണ്ടറുടെ ഗുരുവായിരുന്ന തത്വചിന്തകനാണ് ആര്? അരിസ്റ്റോട്ടിൽ. അലക്സാണ്ടർ അരിസ്റ്റോട്ടിൽ അല്ലെ? അക്കാദമി ഇല്ല. ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നു ആര്? ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒറ്റ ഗ്രാഫ് പഠിക്കണോണ്ട് എന്തൊക്കെ കിട്ടി? ഏത് പ്രസ്താവന ചോദ്യം വന്നാലും, SCRT ഏത് പ്രസ്താവന ചോദ്യം വന്നാലും നമ്മൾ ഇനി എഴുതും. ഒരു തരത്തിലും ഭയപ്പെടില്ല, ഒരു തരത്തിലും നമ്മൾ പതറില്ല. എന്ത് പ്രസ്താവന ചോദ്യം വന്നാലും നമ്മൾ, കാരണം അത്രയും മാതൃകാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓരോ ചാപ്റ്ററിലും മാക്സിമം, ഇതിപ്പോ ചെറിയ ചാപ്റ്ററുകളായ കാരണമാണ് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ. പാഠം വലുതാകും തോറും 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ എത്തും തോറും ഈ ചാപ്റ്ററുകളുടെ വലിപ്പം കൂടും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രസ്താവന ചോദ്യങ്ങളും കൂട്ടും. ഓക്കെ, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമ്മൾ വളരെ വിശദമായിട്ട് ഇത് മുന്നോട്ട് പോകും കേട്ടോ. ശരി, വീണ്ടും അല്ലെ ആ ചോദ്യമാണ്. അക്കാദമി പ്ലേറ്റോ, ലൈസിയം അരിസ്റ്റോട്ടിൽ. നോക്കാനില്ല. സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയ സർവകലാശാല വെള്ളി വീഴുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ്? സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. എന്റെ പൊന്നെ, ജ്ഞാനികളുടെ ആരോണെന്ന് പറഞ്ഞില്ലേ നമ്മൾ? എന്താണ് ജ്ഞാനികളുടെ ജ്ഞാനികളുടെ ആചാര്യൻ അരിസ്റ്റോട്ടിലാണ്. സഞ്ചരിക്കുന്ന സർവകലാശാല അരിസ്റ്റോട്ടിലാണ്. അപ്പൊ മൂന്നാമനാണ് കുറച്ചുകൂടി പ്രാധാന്യം കേട്ടോ. ശരി, ഇനി എന്തുണ്ടാ? ഗ്രീക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഗ്രീക്കുമായി ബന്ധപ്പെട്ട് ഇലിയഡ്, ഒഡീസി എന്നീ 2 കൃതികൾ രചിച്ചത് ഹോമറാണ്. അത് ഗ്രീക്കുമായി ബന്ധപ്പെട്ട തന്നെയാണ് അല്ലെ? ഗ്രീക്കിലെ ചരിത്രകാരനാണ് ഹോമർ എന്ന് പറയുന്നത്, എഴുത്തുകാരനാണ് അല്ലെ? പ്രധാന ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനാണ് ആര്? യൂക്ലിഡും പൈതഗോറസും അല്ലെ? പൈതഗോറസും യൂക്ലിഡും ഗണിത ശാസ്ത്രജ്ഞന്മാരാണെന്ന് നമുക്കറിയാം. ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രീക്കുമായി ബന്ധപ്പെട്ട പ്രധാന ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനാണ് ആര്? ശാസ്ത്രജ്ഞർ ആര്? യൂക്ലിഡും അതുപോലെ പൈതഗോറസും. ശരി, യൂക്ലിഡിന്റെ പ്രധാന കൃതി എലമെന്റ്സ്. യൂക്ലിഡ് അല്ലെ? എന്താണ്? എലമെന്റ്സ്. യൂക്ലിഡ് എലമെന്റ്സ്. പൊളിറ്റിക്സ് അരിസ്റ്റോട്ടില്. റിപ്പബ്ലിക് പ്ലേറ്റോ. ഓക്കെ. ആർക്കിമിഡീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആർക്കിമിഡീസ് അദ്ദേഹത്തിന്റെ വളരെ ഈ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സയൻസിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാലും കേട്ടിട്ടുണ്ട്, ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടിരിക്കുന്ന പേരാണ് ആർക്കിമിഡീസ് അല്ലെ? അദ്ദേഹം പറഞ്ഞൊരു വാചകം അല്ലെ? എനിക്ക് നിൽക്കാനൊരു സ്ഥലം തരൂ, ഞാൻ ഭൂമിയെ നീക്കാം. അങ്ങനെയാണ്. എന്താണ്? എനിക്ക് നിൽക്കാൻ ഒരു സ്ഥലം തരൂ, ഞാൻ ഭൂമിയെ നീക്കാമെന്ന്. അങ്ങനെ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഉത്തോലകങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനം അത് വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് എനിക്കൊരു നിൽക്കാൻ കുറച്ച് സ്ഥലം തരും, ഭൂമിയെ ഞാൻ നൈസായിട്ട് അങ്ങോട്ട് നീക്കി വെച്ച് തരാമെന്ന്. അത്രയും കോൺഫിഡൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ? അത്ര ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ആ ഉത്തോലകങ്ങളുടെ പഠനത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നതാണ് അല്ലെ? അപ്പൊ ആർക്കിമിഡീസും ഗ്രീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആ യൂക്ലിഡിന്റെ പ്രധാന കൃതിയാണ് എലമെന്റ്സ്. പ്രധാനപ്പെട്ട ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞന്മാരാണ് യൂക്ലിഡും പൈതഗോറസും. ഇലിയഡ്, ഒഡീസി എന്ന കൃതികൾ ഹോമറാണ്. ഗ്രീക്കുമായി ബന്ധപ്പെട്ടു. സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത് എനിക്ക് വീണ്ടും തെറ്റി. സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇനി അടുത്ത സാമ്രാജ്യത്തിലേക്ക് പോയി. അപ്പൊ നമ്മൾ ഗ്രീക്ക് സാമ്രാജ്യം കഴിഞ്ഞു. ഗ്രീക്ക് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഏകദേശം ഇനി അടുത്ത ഒരു 8ലോ 9ലോ ഇങ്ങനത്തെ ചാപ്റ്റർ വരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാം കേട്ടോ. പേർഷ്യൻ സാമ്രാജ്യത്തിന് നമ്മളിപ്പോൾ കേട്ടത് എന്താണ്? മാരത്തണിൽ വെച്ചിട്ട് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അതിലത്തെ SCRT ഒരു ഭാഗമാണ് കേട്ടോ. ഇത് നമ്മുടെ പെർസെപോളിസ്. ഇതിന്റെ ചിത്രം ഒന്ന് കണ്ടോളൂ, നല്ല ഭംഗിയുണ്ട്. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. ഇറാൻ സംസ്കാരം ഉൾക്കൊള്ളുന്നു. ഇറാൻ പേർഷ്യൻ സംസ്കാരം ഉൾക്കൊള്ളുന്നു. പോയിന്റ് നോട്ട് ചെയ്യണേ. എങ്ങനെയാണ് പേർഷ്യൻ സംസ്കാരം? വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സംസ്കാരം. നമുക്ക് കുഴപ്പമില്ല. പെർസെപോളിസ് അത് ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ഇത് മതി.
നമുക്കിത് മതി. ഏതാണ്? പെർസെപോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ആ തലസ്ഥാനാണ് ഈ കാണുന്നത്. എന്താണ്? പെർസെപോളിസ് ആയിരുന്നു പേർഷ്യൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്തിന്റെ എന്തെന്ന് പറയുന്നത് തലസ്ഥാനം എന്ന് പറയുന്നത് ഇറാൻ. ഇതും നമ്മൾ കേട്ടിരിക്കണേ. ഇറാൻ, പേർഷ്യൻ സാമ്രാജ്യം, പെർസെപോളിസ്. കുഴപ്പമില്ല, പെർസെപോളിസ് അല്ലെ, രണ്ടും കൂടിയിട്ട് നമുക്ക് ഏകദേശം അല്ലെ രണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അത് നമുക്ക് കിട്ടും. അങ്ങനത്തെ ചെറിയ ഹിന്റുകളൊക്കെ മതി, നമുക്ക് ഉത്തരം കിട്ടല്ലേ വേണ്ടു. ശരി, പേർഷ്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ വിലയിരുത്താം. എന്താ പ്രശ്നം? പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു സൈറസ്. ഭരണ സൗകര്യത്തിനായി സാമ്രാജ്യത്തെ സത്രപി മീൻസ് പ്രവിശ്യ ആയി തരംതിരിച്ചിരുന്നു. സത്രബ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുണ്ടായിരുന്നു. പേർഷ്യ ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമാണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇത് തെറ്റാന്ന് നമുക്ക് പറഞ്ഞൂടെ? നമ്മളിപ്പോ തന്നെ പറഞ്ഞോളൂ. ആ കുട്ടി നമ്മളോട് എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇറാന്റെ സംസ്കാരമല്ല, ഇറാൻ ഞങ്ങൾ എന്താണ്, ഇറാൻ ഇതിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നതല്ല നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതൊരിക്കലും ഇല്ല. ഇത് ഇറാഖ് നമ്മൾ എവിടെ കേട്ടിരിക്കുന്നത്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു മെസോപ്പൊട്ടോമിയ അല്ലേ, ഇറാഖ് അല്ലെ. ഇതെന്താണ്? ഇത് ഇറാനാണ്. അപ്പൊ 4 തെറ്റാണ്. 4 തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. എന്തായി മാറും ഉത്തരം? 1, 2, 3 ശരി. എന്തായി മാറും? 1, 2, 3 ശരി അല്ലെ. അപ്പൊ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഭരണാധികാരിയായിരുന്നു സൈറസ്. അപ്പൊ ഇത് പഠിക്കണേ, സൈറസിനെ പഠിക്കണം. സത്രബി എന്താന്ന് പഠിക്കണം? പ്രവിശ്യനെ. സത്രബി പ്രവിശ്യ, സൈറസ് അവിടുത്തെ ഭരണാധികാരി. ദെൻ സത്രബ് ഗവർണർ, പ്രവിശ്യ തലവൻ ഗവർണർ അല്ലെ. നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രവിശ്യ ഭരണ തലവൻ ആരാണ്? ഗവർണറാണ്. ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സ്റ്റേറ്റുകളുടെ ഭരണ തലവൻ ഗവർണറായിട്ട് മാറുന്നത്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യോ, ഭരണഘടനയിലേക്ക് പോകേണ്ട, തിരിച്ചു വരാം. പേർഷ്യൻ സാമ്രാജ്യം ഇത് അസ്യാറ്റിലത്തെ ഒരു ഭാഗമാണ്. നോക്കണം, പേർഷ്യയിലെ മറ്റു പ്രധാന ഭരണാധികളായിരുന്നു ദാരിയസ് ഒന്നാമൻ, സെർക്സിസും സൈറസും അല്ലെ. സൈറസ് നമ്മൾ നേരത്തെ സൈറസ് അല്ലെ, ആരാണ്? സൈറസ്. അപ്പൊ 3 ആൾക്കാര് പേർഷ്യയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ദാരിയസ് ഒന്നാമൻ, സെർക്സിസ്, സൈറസ്. 3 ആൾക്കാർ പേർഷ്യൻ ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. ഇനി പേർഷ്യൻ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കണത്. നോക്കൂ, ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ സത്രബികളായി, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രവിശ്യകളായിട്ട് തരംതിരിച്ചിരുന്നു. സത്രബ് എന്നറിയപ്പെടുന്ന ഒരു ഭരണ തലവൻ ഉണ്ടായിരുന്നു. ഐ മീൻ ഗവർണർ അല്ലെ. ഓക്കെ, ഗവർണർ ഉണ്ടായിരുന്നു. സത്രപുമാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. അതായത് ഗവർണർമാർ ഈ രാജാവിന്റെ നയങ്ങൾ മുഴുവൻ പ്രവിശ്യകളിൽ നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ പേർഷ്യൻ ഭരണ സംവിധാനത്തിൽ നമുക്ക് എന്ത് പറയാം? ഭരണ സൗകര്യത്തിനായി സത്രപികളായി, പ്രവിശ്യകളായി തരംതിരിച്ചു. സത്രപികളുടെ ഭരണ ചുമതല ഗവർണർമാർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സത്രബ് എന്നറിയപ്പെടുന്ന ഗവർണർമാർക്ക് കൊടുത്തു. രാജാവിന് വേണ്ടി സത്രപുമാരെ സത്രപികളിൽ ആശയങ്ങൾ നടപ്പിലാക്കി, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് നികുതികൾ നടപ്പിലാക്കി. നോക്കൂ, പേർഷ്യയില് വേറൊരു ദർശനം രൂപം കൊണ്ട് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത് എവിടെയാണെന്നാണ്? പേർഷ്യയിലാണെന്നാണ് പറയുന്നത്. ഇത് SCRT-യിലുള്ള ഒരു ചാർട്ടാണ്. പറയട്ടെ, സരദുഷ്ട്രയാണ് ഇതിന്റെ സ്ഥാപകൻ. അഹുര മസ്ദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഏകദൈവത്തിൽ വിശ്വസിച്ച ആൾക്കാരായിരുന്നു ഇവര് ഈ ദർശനത്തിൽ ഉണ്ടായിരുന്നത്. സരദുഷ്ട്ര ദർശനം അല്ലെ. ഒരു ദർശനം എന്ന് പറഞ്ഞ ഒരു മതം എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ചിന്താഗതി അങ്ങനെ പറയാം. അത് രൂപം കൊണ്ടത് എവിടെയാണ്? പേർഷ്യയിലാണ്. എന്താണ്? സരദുഷ്ട്ര ദർശനം രൂപം കൊണ്ടത് എവിടെയാണ്? പേർഷ്യയിലാണ്. ഓക്കെ, അഹുര മസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവ വിശ്വാസത്തില് അധിഷ്ഠിതമായിട്ടുള്ള വ്യക്തികളായിരുന്നു. ഒരു ദർശനമായിരുന്നു ഇത്. സെന്റ് അവസ്ഥ ആയിരുന്നു അവരുടെ മതഗ്രന്ഥം. ഏതാണ്? സെന്റ് അവസ്ഥ എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥത്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ പേർഷ്യയിലെ സരദുഷ്ട്ര ദർശനം, സരദുഷ്ട്ര അത് സ്ഥാപകൻ. അഹുര മസ്ദ എന്ന് പറയുന്ന ഒരു ഏകദൈവത്തിൽ വിശ്വസിച്ചു. സെന്റ് അവസ്ഥ എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥം അവർക്ക്
ഉണ്ടായിരുന്നു. നോക്കിയോ 9ാമത്തെ, പുരാതന റോമുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. പുരാതന റോമുമായി ബന്ധപ്പെട്ട് ഗ്രീക്ക് സാമ്രാജ്യം കഴിഞ്ഞു, പേർഷ്യൻ സാമ്രാജ്യം കഴിഞ്ഞു, ആര് വന്നു? റോമൻ സാമ്രാജ്യം, അല്ലേ? റോമൻ സാമ്രാജ്യം വന്നു. പുരാതന റോമുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. പുരാതന റോമുമായുള്ള ബന്ധം പരിശോധിക്കാലോ, അതിനെന്താ കുഴപ്പം? പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായിട്ടാണ് റോമ നഗരം കണക്കാക്കുന്നത്. പാശ്ചാത്യ നാഗരികത, പാശ്ചാത്യ നാഗരികതയുടെ. റോമിൽ രാജഭരണം നിലനിന്നിരുന്നു. BCE 6ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ച് റിപ്പബ്ലിക് ഭരണം നിലവിൽ വന്നു. ജൂലിയസ് സീസറിന്റെ ഭരണകാലത്താണ്, അയ്യോ നമ്മൾ കേട്ടിട്ടുണ്ട് ജൂലിയസ് സീസർ, അല്ലെ? ഭയങ്കര ഒരു വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൈനാധിപനായിരുന്നു ജൂലിയസ് സീസർ. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമൻ സാമ്രാജ്യമായിട്ട് മാറിയത്. നോക്കൂ, ആ ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചവർക്ക് മാത്രം കിട്ടാവുന്ന ഒരു ചോദ്യമാണ്, ഒരു പൊടിക്ക് ടഫുള്ള ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരം ഞാൻ തന്നെ പറയാം. ഈ പോയിന്റ് തെറ്റാണ്. ഏത്? 4 തെറ്റാണ്. 1, 2, 3 ശരി. ഏതാണ്? 1, 2, 3 ശരി. പാശ്ചാത്യ നാഗരികതയിൽ ജന്മസ്ഥലമായി റോമ നഗരം കണക്കാക്കപ്പെട്ടു, ശരിയാണ്. റോമിൽ രാജഭരണം നിലനിന്നിരുന്നു, അതും ശരിയാണ്. രാജഭരണം അവസാനിച്ചിട്ട് അവിടെ റിപ്പബ്ലിക് ഭരണം വന്നു, അതും ശരിയാണ്. ജൂലിയസ് സീസർ അല്ല. ആരാന്ന് നമുക്ക് നോക്കാം. റോമൻ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിന് രാജാവിന് പകരം കോൺസൽ എന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. ശരിയാണ്. റോമൻ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ, രാജഭരണത്തിലല്ല, റോമൻ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ കോൺസൽ എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു എന്തുണ്ടാകുന്നത്? ഭരണ ചുമതല ഉണ്ടായിരുന്നത്. BCE 1ാം നൂറ്റാണ്ടില് കോൺസൽ ആയിരുന്ന ജൂലിയസ് സീസർ, അപ്പൊ ഇയാള് ആരായിരുന്നു? ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. രാജാവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആരേനെ? ജൂലിയസ് സീസറിനെ. ജൂലിയസ് സീസർ ആരായിരുന്നു? ജൂലിയസ് സീസർ അവിടുത്തെ ഒരു കോൺസൽ ആയിരുന്നു. കോൺസൽ സർക്കാർ, ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെ? അദ്ദേഹം എന്ത് ചെയ്തു? റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ചിട്ട് ഒരു ഏകാധിപതിയായിട്ട്, അല്ലെ? ഒരു ഏകാധിപതിയായിട്ട് അധികാരം കൈയടക്കിയ വ്യക്തിയാണ് ആര്? ജൂലിയസ് സീസർ. എന്താ നോക്കേണ്ടത്? ജൂലിയസ് സീസർ അവിടുത്തെ കോൺസൽ ആയിരുന്നു. കോൺസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക്കൻ ആ മെത്തേഡില് ഒരു ഉദ്യോഗസ്ഥൻ, ഭരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പറയുന്ന പേരാണ് എന്ത്? കോൺസൽ എന്ന് പറയുന്നത്. ജൂലിയസ് സീസർ അവിടുത്തെ ഒരു കോൺസൽ ആയിരുന്നു. അദ്ദേഹം അധികാരം കൈയടക്കി എങ്ങനെ? ഏകാധിപതിയായിട്ട് മാറി എന്നാണ് പറയുന്നത്. അതിനുശേഷം വന്നൊരു വ്യക്തിയുണ്ട്, അതാണ് അഗസ്റ്റസ് സീസർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഒക്ടോവിയസ് എന്ന് പറയും. അഗസ്റ്റസ് സീസർ അല്ലെങ്കിൽ ഒക്ടോവിയസ്. അദ്ദേഹത്തിന്റെ കാലത്താണ് പൂർണ്ണമായും റോം എന്തായിട്ട് മാറിയത്? ഒരു സാമ്രാജ്യമായിട്ട് മാറിയത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജൂലിയസ് സീസറിന്റെ ഭരണകാലത്താണ് റോം റിപ്പബ്ലിക് പൂർണ്ണമായും റോമൻ സാമ്രാജ്യമായി മാറിയത് എന്ന് പറയുന്നത് തെറ്റാണ്. എന്താണ്? ആരുടെ കാലഘട്ടത്തിലാണ്? അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒക്ടോവിയസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് റോമൻ റിപ്പബ്ലിക് എന്തായിട്ട് മാറുന്നത്? പൂർണ്ണമായിട്ടും ഒരു എന്തായിട്ട് മാറുന്നത്? സാമ്രാജ്യമായിട്ട് മാറുന്നത്. അങ്ങനെ ഈ അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലാണ് ഭരണാധികാരി എന്തറിയപ്പെടാൻ തുടങ്ങിയത്? ചക്രവർത്തി എന്നറിയപ്പെടാൻ. റോമൻ ചക്രവർത്തി എന്നൊക്കെ നമ്മളിപ്പോ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ റോമൻ ചക്രവർത്തി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ്? ഈ പറയുന്ന അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലാണ്. നോക്കുക, റോമൻ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം ഉണ്ടായിരുന്ന കോൺസൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. റിപ്പബ്ലിക്കൻ ഭരണം അവസാനിപ്പിച്ച് അവിടെ ഒരു ഏകാധിപതിയായിട്ട് മാറിയ വ്യക്തിയാണ് ആര്? ജൂലിയസ് സീസർ. അതുപോലെ തന്നെ അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടൊരു സാമ്രാജ്യമായിട്ട് മാറുന്നത്. ഭരണാധികാരി ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതും അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലാണ്. നോക്കൂ, റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. തെറ്റ്. ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. ഭരണ സംവിധാനം എന്തറിയപ്പെട്ടു? പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. ജൂലിയസ് സീസർ ആണ് പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത്. സാധ്യതയില്ല. റോമൻ സാമ്രാജ്യമായിട്ട് മാറുന്നത് ആരുടെ കാലഘട്ടത്തിലാ? അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലാണ്, അല്ലെ? അപ്പൊ ഒരിക്കലും ജൂലിയസ് സീസർ ആവില്ല. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക,
പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഈ റോമൻ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഏത്? 2 മാത്രം. ഏതാണ്? 2 മാത്രം. ഓക്കെ, അപ്പൊ ഏതൊക്കെ ശരിയായിട്ട് നമ്മളിപ്പോ ഇവിടുന്ന് പഠിക്കണം? ഇവിടുന്ന് പഠിക്കേണ്ടത് ഏതാന്ന് നോക്കണം. ഏതാ? ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു അല്ലെ. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിലെല്ലാം റോമാ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. നോക്കാം, റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാർട്ട്. ഓക്കെ, ഇത് പഠിച്ചിട്ട് ആ ചോദ്യം പഠിക്കുക, ഒപ്പം ഇത് വായിക്കുക, എന്നിട്ട് ഒന്നും കൂടി ആ ചോദ്യം ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഒരു ചോദ്യം ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ആ ചാർട്ട് ഒന്ന് പഠിക്കുക, വീണ്ടും ആ ചോദ്യം ചെയ്ത് നോക്കുക. പിന്നെ ഒന്നും നോക്കാനില്ല, ആ ഉത്തരം നമ്മുടെ കയ്യിലിരിക്കും. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വിശാലമായിട്ട് പടർന്ന് പന്തലിച്ച് വ്യാപിച്ചു കിടന്നിരുന്ന സാമ്രാജ്യമായിരുന്നു ഇത്? റോമൻ സാമ്രാജ്യം. റോമൻ ചക്രവർത്തിമാർ പ്രിൻസെപ്പ് അഥവാ പ്രഥമ പൗരൻ എന്നറിയപ്പെട്ടു. പ്രിൻസപ്പേറ്റിന്റെ ഭരണത്തലവൻ പ്രിൻസെപ്പ് അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്നറിയപ്പെട്ടു. പ്രിൻസെപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് അറിയപ്പെട്ടു. ഓക്കെ, തെറ്റിപ്പോയതാണ്. പ്രിൻസെപ്പ് തലവനായിട്ടുള്ള ഭരണ സംവിധാനം എന്തറിയപ്പെട്ടു? പ്രിൻസിപ്പേറ്റ് എന്ന് അറിയപ്പെട്ടു. അഗസ്റ്റസ് ആണ് അല്ലെ, അഗസ്റ്റസ് സീസർ അല്ലെങ്കിൽ ഒക്ടോവിയസ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് പ്രിൻസിപ്പേറ്റ് എന്ന് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. തെറ്റ്, ജൂലിയസ് സീസർ തെറ്റ്. ഓക്കെ അല്ലേ? എന്താണ്? അഗസ്റ്റസ് സീസറാണ് പ്രിൻസിപ്പേറ്റ്, അതിന്റെ തലവൻ പ്രിൻസെപ്പ്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ ഒരു സൈന്യം ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന റോമൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ ഒരു പ്രസ്താവന ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ. പ്രിൻസിപ്പേറ്റ്, അഗസ്റ്റസ് സീസർ, അതുപോലെ തന്നെ ഒരു സൈനിക വ്യൂഹം അവർക്കുണ്ടായിരുന്നു. റോം ഭയങ്കര സാംസ്കാരിക സംഭാവനകൾ നൽകിയ സാമ്രാജ്യമാണെന്നാണ് പറയുന്നത്. നോക്കൂ, ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം എന്തുണ്ട്? റോമിന്റെ സംഭാവന ഉണ്ട് എന്നാണ് പറഞ്ഞത്. ജലവിതരണത്തിനായിട്ട് അവർ നിർമ്മിക്കപ്പെട്ട ഒരു കമാനാകൃതിയിലുള്ള കനാൽ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്ത് പറയും? അക്യുഡക്റ്റുകൾ. വിശാലമായ തുറന്ന വേദിയായിട്ടുള്ള കൊളോസിയം. ഇത് രണ്ടും അതിന്റെ സംഭാവനയാണ്. നോക്കൂ, അക്യുഡേറ്റ് നോക്കൂ, അതായത് ഇത് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു കനാലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം കൊണ്ടുപോവുക. അത് ഒരു കമാനാകൃതിയിലുള്ള ഒരു തൂണിലാണ് നിർത്തിയിരിക്കുന്നത്. അക്യുഡേറ്റ് പാലം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിലൊക്കെ കണ്ടിട്ടുണ്ട്. അക്യുഡേറ്റ് പാലം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ മോഡൽ അല്ലെങ്കിലും അതിന് അക്യുഡേറ്റ് പാലം എന്നാണ് വിളിക്കുക. ഇനി ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് മോഡൽ, ഇങ്ങനെ ഉയരത്തിലൂടെ വെള്ളം കൊണ്ടുപോകുക. അത് ആരുടെ സംഭാവനയാണ്? റോമിന്റെ സംഭാവനയാണ്. കൊളോസിയം എന്താ? വിശാലമായതും തുറന്ന വേദി. ഇതാണ് ആ വേദി. ആൾക്കാർക്ക് ഇരിക്കാനും നിൽക്കാനും കാണാനുള്ള ഒരു സൗകര്യം. അവിടെയാണ് ഇത്തരം മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുക. കൊളോസിയത്തിലാണ് മത്സരങ്ങൾ, സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഇത് കൊളോസിയം. അപ്പൊ ഇത് രണ്ടും ആരുടെ സംഭാവനയാണ്? റോമൻ സാമ്രാജ്യത്തിന്റെ സംഭാവനകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റോമൻ നഗരത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. ടോപ്പ് 10 പോയിന്റ് 10 ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പോയിന്റ് റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റോമൻ നഗരവുമായി ബന്ധപ്പെട്ട് നല്ല കിടിലൻ 10 പോയിന്റ്. BCE 753 രൂപം കൊണ്ടു. BCE 753 എന്ത് രൂപം കൊള്ളുന്നത്? റോമൻ നഗരം രൂപം കൊള്ളുന്നു. സാമ്രാജ്യമായിട്ടില്ല, റോമൻ നഗരം. സ്ഥാപകര് 2 പേരാണ്. ഒന്ന് റോമുലസും റീമസും പേരായ 2 സഹോദരന്മാര്. റോമുലസും റീമസും, രണ്ടിലും റാണ്ട്. അങ്ങനെ അതെന്തായി? റോമായി മാറി അല്ലെ, റോം. അപ്പൊ റോം നഗരത്തിന്റെ സ്ഥാപകര് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണ് പറയാം? റോമുലസും റീമസും 2 സഹോദരന്മാരാണ്. ആരെയും? റോമുലസും റീമസും. 753. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. നോക്കാം, ഏത് നദീതീരത്താണ് റോം എന്ന് ചോദിച്ചാൽ ഇറ്റലിയിലെ ടൈബർ നദീതീരത്താണ് റോം. അപ്പോൾ ഇറ്റാലിയൻ സംസ്കാരം ഇറ്റലിയുമായി ബന്ധപ്പെട്ടതാണ് ഇത് റോമൻ സംസ്കാരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇറ്റലിയിലെ ടൈബർ നദീതീരത്താണ് എന്ത്? റോം സ്ഥിതി ചെയ്യുന്നത്. 7 കുന്നുകളിലാണ് ഇത് വ്യാപിച്ച് കിടന്നത്. എങ്ങനെയാണ്? 7 കുന്ന്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സപ്തശൈല
നഗരം എന്ന് വിളിക്കാറുണ്ട്. എന്താണ് വിളിക്കുക? സപ്തശൈല നഗരം എന്ന് വിളിക്കാറുണ്ട്. അത് BCE 753 രൂപം കൊണ്ടു. സ്ഥാപകര് റോമുലസ് റീമസ്. ഇറ്റലിയിലെ ടൈബർ നദീ തീരത്ത് നിന്ന് നമ്മൾ ഒരുപാട് നദികൾ പഠിച്ചു. ഹൊയാങ്ങോ പഠിച്ചു, അതുപോലെ തന്നെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, സിന്ധു, പിന്നെ വേറെ ഏതോ നദി പഠിച്ചത് ഇല്ല, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 7 കുന്നുകളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ സപ്തശൈല നഗരം എന്ന് അറിയപ്പെട്ടു. ലോകത്തിന് റിപ്പബ്ലിക് എന്ന ആശയം നൽകിയത് റോമക്കാരാണ്. റോമൻ റിപ്പബ്ലിക് ആയിട്ട് മാറി എന്നല്ലേ നമ്മൾ പറയുന്നത്. അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും റോമൻ റിപ്പബ്ലിക് സാമ്രാജ്യമായിട്ട് മാറി. അവിടെ രാജഭരണം നിലനിന്നിരുന്നു. രാജഭരണം അവസാനിച്ച് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സംവിധാനം വന്നു അല്ലേ? അതൊക്കെ പറഞ്ഞതാണ്. അപ്പൊ റിപ്പബ്ലിക് എന്ന ആശയം നൽകിയത് ആരാണ്? റോമക്കാരാണ് അല്ലെ? ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. BCE 45 ജൂലിയൻ കലണ്ടർ. അപ്പൊ നമുക്ക് പഠിക്കാനൊന്നുമില്ല. ജൂലിയൻ കലണ്ടർ ആരംഭിച്ചു വെച്ചാൽ ജൂലിയസ് സീസർ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. ജൂലിയസ് സീസറിനോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ പരിപാടി ചെയ്തിട്ടുണ്ട്. ഗ്രിഗോറിയൻ കലണ്ടറിൽ, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കലണ്ടറിൽ 7-ാം മാസത്തിന് നമ്മൾ എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്? ജൂലൈ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അത് ജൂലിയസ് സീസറിനോടുള്ള ആദര സൂചകമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് എന്ന് പേര് കൊടുക്കാൻ കാരണം അഗസ്റ്റസ് സീസർ അല്ലെ, ഒക്ടോവിയസ് എന്ന് പറയുന്ന അഗസ്റ്റസ് സീസറിനോടുള്ള ബഹുമാനാർത്ഥമാണ് അത്ര ആഗസ്റ്റ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ശരി, ഇനി നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിരിക്കുന്ന ഒരു വാക്ക് നോക്കൂ. ജൂലിയസ് സീസറിനെ വധിച്ച സുഹൃത്തുക്കള് കാഷ്യസും ബ്രൂട്ടസും. ആരാണ്? കാഷ്യസും ബ്രൂട്ടസ്. യൂട്യൂബ് ബ്രൂട്ടസ് അല്ലെ, അങ്ങനെ പറയില്ലേ? യൂട്യൂബ് ബ്രൂട്ടസ്. ആ ബ്രൂട്ടസ് ആണ് ഇത് അല്ലെ, വിഷം കൊടുത്ത് കൊന്നു എന്നാണ് പറയണത്. അപ്പൊ ജൂലിയസ് സീസറിനെ വധിച്ച സുഹൃത്തുക്കളാണ് ആര്? കാഷ്യസും ബ്രൂട്ടസും എന്ന് പറയുന്നു. BCE 44 മാർച്ച് 16 അദ്ദേഹം വധിക്കപ്പെടുന്നത്. ബ്രൂട്ടസ് നമ്മൾ കേട്ടു, കാഷ്യസും ബ്രൂട്ടസും അല്ലെ. ബ്രൂട്ടസിനെ കണ്ടപ്പോൾ ചോദിച്ചു ഉത്തരം യൂട്യൂബ് ബ്രൂട്ടസ്. അങ്ങനെ യൂട്യൂബ് ബ്രൂട്ടസ്. ശരി, ഇത് നമ്മൾ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ നാടകം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഷേക്സ്പിയറുമായി അല്ലെ, ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട കൃതിയാണ് ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ നാടകം. ശരി, ഇനി നീറോ ചക്രവർത്തി അല്ലെ, റോമിന് തീ വെച്ച റോമൻ ചക്രവർത്തിയാണ് ആര്? നീറോ ചക്രവർത്തി. ഓക്കെ, പിന്നെന്താ? യോദ്ധാക്കളുടെ അഭ്യാസ പ്രകടനത്തിനായി റോമിൽ പണിതീർത്ത വേദിയാണ് കൊളോസിയം. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. റോമിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ആര്? അഗസ്റ്റസ് സീസർ. അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഈ ഭരണം തുടങ്ങിയത് ഈ സാമ്രാജ്യമായിട്ട് മാറിയിട്ട് ചക്രവർത്തി എന്നുള്ള പേരൊക്കെ സ്വീകരിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അഗസ്റ്റസ് സീസറാണ് എന്ത്? ആദ്യത്തെ ചക്രവർത്തി എന്ന് അറിയപ്പെടുന്നത്. ശരി, 11ാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായത് കണ്ടെത്തുക. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 റോമൻ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പാശ്ചാത്യ റോമൻ സാമ്രാജ്യവും ഒന്ന് പൗരസ്ത്യ റോമൻ സാമ്രാജ്യവും. ഇത് ശരിയായ ഒരു പോയിന്റാണ്. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ട് വരാം. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ, ഇത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലിയാണ്. ഈ പോയിന്റ് ആണ് തെറ്റ്. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ ഇസ്താംബൂൾ എന്നറിയപ്പെടുന്നു. ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്നു. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടാണ് എന്തറിയപ്പെടുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ 2 തരത്തിലുള്ള റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നു. നോക്കുക, 3ാമത്തെ പോയിന്റ് ആണ് തെറ്റ്. ഇറ്റലിയിലല്ല, തുർക്കിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 തെറ്റാണ്. 1, 2, 4 ശരി. ഓപ്ഷൻ A ആണ്. നമുക്ക് നോക്കാം. പൗരസ്ത്യ റോമ സാമ്രാജ്യം ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. എന്താണ്? പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അത് എന്തറിയപ്പെട്ടിരുന്നു? ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്നു. എന്താണ്? ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്നു. അതിന്റെ സ്ഥാപകനാണ് ആര്? കോൺസ്റ്റന്റൈൻ. എന്താണ്? കോൺസ്റ്റന്റൈൻ. അപ്പൊ ഈ കോൺസ്റ്റന്റൈൻ ഒന്നാമൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ക്രിസ്തു മതം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ഭരണാധികാരിയാണ്. എങ്ങനെയാണ്? ക്രിസ്തു മതം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച റോമൻ ചക്രവർത്തി ആണ് ആര്? ആദ്യത്തെ ചക്രവർത്തിയാണ് ആര്? കോൺസ്റ്റന്റൈൻ 1 എന്ന് പറയുന്ന ഒന്നാമൻ അല്ലെ. പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്തറിയപ്പെട്ടു? ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെട്ടു. സ്ഥാപകൻ കോൺസ്റ്റന്റൈൻ ആണ്. കോൺസ്റ്റന്റൈൻ ഒന്നാമനാണ് എന്ത്? ഈ പറയുന്ന ക്രിസ്ത്യൻ മതം ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ചക്രവർത്തി. കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ബൈസ്റ്റാൻഡിയം എന്നാണ്. എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ബൈസ്റ്റാൻഡിയം.
ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം, പൗരസ്ത്യ സാമ്രാജ്യം, കോൺസ്റ്റാന്റിനോപ്പിൾ അതിന്റെ തലസ്ഥാനമായിരുന്നു. അപ്പൊ എന്തറിയപ്പെട്ടു? കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ബൈസാൻഡിയം എന്നാണ് അറിയപ്പെട്ടത്. ഇനി നോക്കൂ, കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? തുർക്കിയാണ്. നമ്മൾ ആ പോയിന്റ് എന്താ കണ്ടത്? ഇറ്റലിയാണ്. ഇറ്റലിയിലല്ല, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുർക്കിയിലാണ്. എവിടെയാണ്? തുർക്കിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നോക്കാട്ടോ, കോൺസ്റ്റാന്റിനോപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം എന്നറിയപ്പെടുന്നു. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. വിജ്ഞാനത്തിന്റെ കേന്ദ്രം, കലയുടെ വാസ്തുവിദ്യയുടെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് ഇത്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഇത്, കോൺസ്റ്റാന്റിനോപ്പിൾ. എന്തായി? പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇത്, കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രദേശത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം, വിജ്ഞാനത്തിന്റെ കേന്ദ്രം, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രം, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗം കൂടിയായിരുന്നു ഇത്, കോൺസ്റ്റാന്റിനോപ്പിൾ. 1453 അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നത്. ആര്? തുർക്കികള്. അങ്ങനെയാണ് യൂറോപ്യന്മാർ നമ്മുടെ ഈ കേരളത്തിലേക്ക്, പോർച്ചുഗീസ് പോലെയുള്ള യൂറോപ്യന്മാർ കേരളത്തിലേക്ക് കടൽ മാർഗം എത്തിച്ചേരാൻ കാരണമാകുന്നതിന്റെ കാരണം എന്താണ്? ഈ പറയുന്ന തുർക്കികള് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ്. വേറൊരു മാർഗം ഇന്ത്യയിലെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് എത്താൻ വേണ്ടി വേറൊരു മാർഗം കണ്ടെത്തിയിട്ടാണ് കടൽ മാർഗം വരുന്നത്. അങ്ങനെ പോർച്ചുഗീസുകാർ വരുന്നു, ഫ്രഞ്ചുകാർ വരുന്നു, ഡച്ചുകാർ വരുന്നു, ഇംഗ്ലീഷുകാർ വരുന്നു, നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലാകുന്നു അല്ലെ. അതെങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രം വരുന്നത്. അപ്പോൾ ഈ 1453 എന്ന് പറഞ്ഞൊരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷമാണ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലേ? ഇനി നോക്കൂ, നമ്മൾ അടുത്തൊരു സംസ്കാരത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പറഞ്ഞു. ആ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BCE കൂടിയിട്ട് ഇന്ത്യയിലെത്തി? ആര്യന്മാർ ഇന്ത്യയിലെത്തി അല്ലെ. നമ്മൾ പറഞ്ഞു ആര്യന്മാരാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം നശിക്കപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞു നമ്മൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശം, സപ്തസിന്ധു എന്നറിയപ്പെടുന്നത് എന്താണ്? സിന്ധുവും സിന്ധുവിന്റെ 5 പോഷക നദികളും സരസ്വതിയും ചേർന്നിട്ട് ഒന്നിച്ച് പറയുന്ന പേരാണ് സപ്തസിന്ധു, 7 നദികളെ. ആ പ്രദേശങ്ങളിൽ അധിവാസം ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെ കുറിച്ച്, ആര്യന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എവിടെ നിന്നാണ്? ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ്. പിൻകാലത്ത് ആര്യന്മാര് സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തം, ഉപയോഗം കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദനത്തിന് വർധനവിനും കാരണമാക്കി അല്ലെ. അങ്ങനെ ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ജനപദങ്ങളായിട്ട് മാറിയത്. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിവെച്ചു. അത് പിന്നീട് ജനപദങ്ങളായിട്ട് മാറി. നോക്കാം. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മഹാജനപദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. മഹാജനപദങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ട് നമ്മൾ അടുത്ത സാമ്രാജ്യം, ഇന്ത്യയിലെ സാമ്രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. മഹാജനപദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. നോക്കൂ, BC 6ാം നൂറ്റാണ്ടിലാണ് BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ 16 മഹാജനപദങ്ങൾ നിലനിന്നിരുന്നു അല്ലെ. കേട്ടിട്ടുണ്ട് നമ്മൾ, മഹാജനപദങ്ങളുടെ എണ്ണം 16 ആണ്. ശരി, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത പോയിന്റ്, ഏറ്റവും പ്രബലമായ ജനപദം ഗാന്ധാരമായിരുന്നു. തെറ്റ്. നമ്മൾ കേട്ടിരിക്കുന്നുണ്ട് അല്ലെ, മഗധയാണ് ഏറ്റവും പ്രബലമായിരുന്ന ജനപദം. അപ്പൊ 2 തെറ്റാണ്. എന്താ ചോദ്യം? പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മാത്രം ശരി അല്ല. 1, 4 ശരി. നോക്കാം. മഹാജനപദങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ബുദ്ധകൃതിയാണ് അംഗുത്തര നികായ. ശരിയാണ്. ഏറ്റവും പ്രബലമായ ജനപദം മഗധയായിരുന്നു. ശരി. 1, 3, 4 ശരി. 1, 3, 4 ശരി. ഏതാണ് തെറ്റ്? 2 തെറ്റാണ്. ഗാന്ധാരം എന്നാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ 2 മാത്രം എന്ന് കാണുമ്പോൾ ഇവിടെ ഉത്തരത്തിലേക്ക് ചെല്ലരുത്. 2 മാത്രം ശരി എന്നാണ് ഓപ്ഷൻ. ഓക്കെ. അപ്പൊ BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ശക്തിയായിരുന്നു മഗധ എന്ന് പറയുന്നത്. അംഗുത്തര നികായ എന്ന് പറയുന്ന ഒരു കൃതി, ബുദ്ധമത കൃതിയാണ്. ഏറ്റവും പ്രബലമായത് മഗധയായിരുന്നു. നോക്കാം.
ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. SCRT കണ്ടന്റ് ആണ്. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. ഇനി നോക്കൂ, വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായിട്ട് താമസിച്ചു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ജനപദങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, ശരി. 16 ജനപദങ്ങൾ ഏതാന്നൊക്കെ പറയുന്നുണ്ട്. കാംബോജം, ഗാന്ധാരം, മഗധ, അംഗം, വാജി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു മഹാജനപദങ്ങൾ 16 എണ്ണം. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. നോക്കൂ, ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലമാണ്, അത് നമ്മൾ കേട്ടു. അവന്തിയുടെ തലസ്ഥാനം ഉജ്ജയിനി. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ജനപദങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഒന്ന് ഉജ്ജയിനി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്ത് നടക്കുന്നതാണ് ഈ കുംഭമേളയൊക്കെ, ചെറിയൊരു കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി, നാസിക്. വലിയ കുംഭമേള നടക്കുമ്പോഴാണ് അത് എവിടേക്ക് പോകുന്നത്? അലഹബാദിലേക്ക് പോകുന്നത്. അപ്പൊ ഉജ്ജയിനി. ഗാന്ധാരം കേട്ടു, തക്ഷശില അത് തലസ്ഥാനമായിരുന്നു. കാശിയുടെ തലസ്ഥാനമായിരുന്നു ബനാറസ് എന്ന് പറയുന്നത് അല്ലെ. കാശിയുടെ പേരാണ് ബനാറസ്, പിന്നീട് അത് വാരണാസിയായി. അപ്പൊ ബനാറസ്, തക്ഷശില, ഉജ്ജയിനി ഇതൊക്കെ തലസ്ഥാനമായിരുന്നു. ഇതിന്റെ അവന്തിയുടെ തലസ്ഥാനം ഉജ്ജയിനി, ഗാന്ധാരത്തിന്റെ തലസ്ഥാനം തക്ഷശില, കാശിയുടെ തലസ്ഥാനം ബനാറസ്. ശരി, ഇനി ഹര്യങ്ക രാജവംശത്തിലെ ബിംബിസാരനാണ് മഗധ ഭരിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരി. മഗധ എന്ന് പറയുന്നത് 2-3 രാജവംശങ്ങൾ ഭരിച്ചതാണ്. അതിലത്തെ പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ഇത് ഹര്യങ്ക രാജവംശം. ഈ ഹര്യങ്ക രാജവംശത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഭരണാധികാരിയാണ് ആര്? ബിംബിസാരൻ. ബിന്ദുസാരൻ അല്ല, ബിംബിസാരൻ. തെറ്റരുതേ. അപ്പൊ ഹര്യങ്ക രാജവംശത്തിലെ ബിംബിസാരൻ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ താഴെ പറയുന്നത് ഏതാണ്? ഗംഗയും യമുനയും മഗധയെ ഫലഭൂഷ്ടമാക്കുന്ന പ്രധാന പങ്ക് വഹിച്ചു. സ്വാഭാവികം അല്ലെ, നദിയുടെ തീരത്ത് തന്നെയാണ് അത് സംഭവിക്കുക. ഇരുമ്പയിരിന്റെ നിക്ഷേപം നമ്മൾ ആ ബോക്സിൽ പഠിച്ചതാണ്. ഇരുമ്പയിരിന്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. അത് നമ്മളവിടെ പഠിച്ചു. യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. നദീജല ഗതാഗത മാർഗം. എന്താണ് നദീജല ഗതാഗത മാർഗം? നോക്കൂ, 4 പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മഗധ, ഗംഗയും യമുനയും മഗധയെ നന്നായിട്ട് അതിന്റെ ഒരു വികസനത്തിന്, അതിന്റെ എന്താ പറയുക, ഫലഭൂഷ്ടമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇരുമ്പയിര് കണ്ടെത്തിയിട്ടുണ്ട്. ശരി, ഗംഗയുടെ തീരത്താണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയൊക്കെ, അവിടെയൊക്കെ ഈ ധാതു കലവറയാണ്. അപ്പൊ ഒരു പക്ഷെ അതും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. നദീജല ഗതാഗതം, ഗംഗയൊക്കെ നദീജല ഗതാഗതത്തിന് പേര് കേട്ട നദിയാണ്. അപ്പൊ എല്ലാം ശരി എന്നാണ് ഇവിടെ. 1, 2, 3, 4 ശരി. 1, 2, 3, 4 ശരി. പോയിന്റ് ശ്രദ്ധിക്കണേ. ഇത് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഓക്കെ, ഇത് ഓക്കെ, ഇത് ഓക്കെ. നോക്കൂ, മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ SCRT കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുള്ള ഫലഭൂയിഷ്ഠത അല്ലെ. ആ ഏരിയയില് ഗംഗയും യമുനയും അതിന്റെ പോഷക നദികളും ഉള്ളത് കൊണ്ട് ജലം സമൃദ്ധമായിട്ട് കിട്ടി, കൃഷി വികസിച്ചു, മറ്റു കാര്യങ്ങൾക്കൊക്കെ വികാസം സംഭവിക്കാൻ കാരണമായി. ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും. സ്വാഭാവികമായിട്ട് ഒരു സാമ്രാജ്യം നിലനിൽക്കണമെങ്കിൽ എന്തായാലും എന്ത് വേണം? ശക്തമായ ഭരണാധികാരിയും ഭരണ സംവിധാനങ്ങളും വേണം, സൈന്യം വേണം. ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പ് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മാണവും ഉപയോഗവും അല്ലെ. ഗംഗ യമുന അല്ലെങ്കിൽ ഗംഗയുടെ തീരത്താണ്, അല്ലെങ്കിൽ ഗംഗയുടെയും പോഷക നദിയുടെ തീരത്താണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഒരു ഏരിയയാണ്. അതൊക്കെ മഗധയുടെ ഭാഗമായിരുന്ന പ്രദേശമായിരുന്നു. അവിടെയൊക്കെ ധാതു കലവറയാണ്. അവിടെ നിന്നുള്ള പല സഹായ ഘടകങ്ങളും മഗധയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് പറയാം. ഒരു മനുണ്ടി അല്ലെ. കാർഷിക മേഖലയിൽ വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി. സ്വാഭാവികമായിട്ട് ഒരു രാജ്യം ഡെവലപ്പ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും പുരോഗതി ഉണ്ടാകും. മഗധയുടെ ആദ്യ തലസ്ഥാനം രാജഗൃഹമായിരുന്നു. അതായത് രാജ്ഗീർ എന്ന് പറയും. എവിടെ? ബീഹാറിൽ. അപ്പൊ ബീഹാർ, ജാർഖണ്ഡ് ആ മേഖലയാണ് ഫോക്കസ് ചെയ്തിട്ട് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ഇത് മഗധ എന്ന് പറയുന്നത്. ആ സാമ്രാജ്യമായിരുന്നു മഗധ എന്ന് പറയുന്നത്. അപ്പൊ മഗധയുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? രാജഗൃഹവും. രണ്ടാം തലസ്ഥാനം എന്ന് പറയുന്നത് പാടലിപുത്രവുമാണ്. പാടലിപുത്രം ഇപ്പൊ അറിയപ്പെടുന്നത് പാറ്റ്ന എന്നാണ്. ബീഹാറിന്റെ തലസ്ഥാന നഗരമാണ്. രാജഗീർ എന്നറിയപ്പെട്ടിരുന്നത് രാജഗൃഹവും പാടലിപുത്രം എന്നറിയപ്പെട്ടിരുന്നത് പാറ്റ്നയുമാണ്. ബിംബിസാരൻ അല്ലെ, ഹര്യങ്ക രാജവംശത്തിലെ ബിംബിസാരന് ശേഷം അദ്ദേഹത്തിന്റെ മകനാണ് ഭരണം കൈയാളിയത്. ആരാണ്? അജാതശത്രു. എന്താണ് പേര്? അജാതശത്രു. ആരാണ്?
അജാതശത്രു. ചരിത്രത്തിൽ ആദ്യമായിട്ട് പിതൃഹത്യയിലൂടെ അധികാരത്തിലേറിയ വ്യക്തി എന്നൊക്കെയാണ് അജാതശത്രുവിനെ പറയുന്നത് കേട്ടോ. അപ്പൊ ബിംബിസാറിന് ശേഷം അധികാരത്തിൽ വന്നത് അജാതശത്രു ആണ്. ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് രാജഗൃഹം, രാജഗീർ, ബീഹാറിൽ തന്നെയാണ്. രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പാടലിപുത്രമാണ്. പാടലിപുത്രം ഇപ്പൊ അറിയപ്പെടുന്നത് പാറ്റ്ന എന്നാണ്. മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മൗര്യ സാമ്രാജ്യം, അതിനെപ്പറ്റി വിവരം നൽകുന്ന കൃതിയാണ് മെഗസ്തനീസിന്റെ ഇൻഡിക്ക. എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണത്. മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്താണ്? മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളിൽ ഉൾപ്പെടുന്നതാണ്. മൗര്യ സാമ്രാജ്യം, ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് മൗര്യ സാമ്രാജ്യം സന്ദർശിച്ച വ്യക്തിയാണ് ആര്? മെഗസ്തനീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിക്ക അതുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തി, മഗധയുടെ ഭരണാധികാരി എന്നല്ലാട്ടോ പറയുന്നത്. ആദ്യമായിട്ട് ഇന്ത്യ ഭരിച്ച ചക്രവർത്തിയാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ശരിയാണ്. മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന അധികാരിയായിരുന്നു അശോകൻ. അതും ശരിയാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് വിഷ്ണുഗുപ്തനാണ്. വിഷ്ണുഗുപ്തൻ മീൻസ് ആരാണ്? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യന്റെ വേറൊരു പേരാണ് എന്ത്? വിഷ്ണുഗുപ്തൻ. അതായത് 1, 2, 3, 4 എല്ലാം ശരിയാണ്. എന്താണ്? എല്ലാം ശരി എന്ന് പറയേണ്ടത്. എന്താണ് ഉണ്ടായത്? മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട്, മഗധയല്ല, മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന മെഗസ്തനീസിന്റെ കൃതിയാണ് ഇൻഡിക്ക. അശോകൻ ഭരണാധികാരിയാണ്. ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ. അർത്ഥശാസ്ത്രം വിഷ്ണുഗുപ്തന്റെയാണ്. നോക്കൂ, ചാണക്യന്റെ മറ്റു പേരുകളാണ് കൗടില്യൻ, വിഷ്ണുഗുപ്തൻ. ഒറിജിനൽ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വിഷ്ണുഗുപ്തനാണ്. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് ഒന്ന് ചാണക്യൻ, ഒന്ന് കൗടില്യൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ചാണക്യൻ. ആരാണ് മാക്യവല്ലി? ആരാണ് മാക്യവല്ലി? ഇറ്റാലിയൻ ഒരു എന്താ പറയാ, ഇറ്റാലിയൻ തത്വചിന്തകനാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനാണ് എന്ന് പറയാം. ഇറ്റലിയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദി പ്രിൻസ് എന്ന് പറയുന്ന കൃതി. അപ്പൊ അവിടെ ഒരു പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന വ്യക്തിയാണ് ആര്? മാക്യവല്ലി. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ ആര്? നമ്മുടെ ചാണക്യൻ. ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രതന്ത്രം ചർച്ച ചെയ്യുന്ന കൃതി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിളിക്കാറുണ്ട്. ഇന്ത്യൻ മാക്യവല്ലി എന്ന് ചാണക്യനും ഇറ്റാലിയൻ ചാണക്യൻ എന്ന് മാക്യവല്ലിയെയും വിശേഷിപ്പിക്കാറുണ്ട്. ഇനി മെഗസ്തനീസ് രചിച്ച ഇൻഡിക്ക, അശോകന്റെ ശിലാശാസനങ്ങൾ, വിശാഖദത്തൻ രചിച്ച മുദ്രാരാക്ഷസം മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കൃതികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെഗസ്തനീസിന്റെ ഇൻഡിക്ക, അത് മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടാൻ കാരണമായ ഗ്രന്ഥമാണ്. അതുപോലെ അശോകന്റെ ശിലാശാസനങ്ങൾ, അതും എന്തിൽ തന്നെയാണ്? അതിലും നമുക്ക് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട പല അറിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിശാഖദത്തന്റെ മുദ്രാരാക്ഷസവും അതിൽപ്പെട്ട കൃതിയാണ്. ഇതിന്നൊക്കെയാണ് നമുക്ക് മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അറിവുകൾ ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെ പറ്റി പറയുന്നു. മൗര്യ രാജ്യത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള വിശദീകരണം നൽകുന്ന കൃതി കൂടിയാണ് ഇത് അർത്ഥശാസ്ത്രം. അഥവാ ഈ പറയുന്ന വിഷ്ണു ഗുപ്തൻ, കൗടില്യൻ, ചാണക്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി രചിച്ച അർത്ഥശാസ്ത്രം. ഓക്കെ അല്ലേ? ശരി, നോക്കൂ അടുത്ത ചോദ്യം. വീണ്ടും മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചന്ദ്രഗുപ്ത മൗര്യനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ശരിയായ പ്രസ്താവനയാണ് കേട്ടോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനുമായി ബന്ധപ്പെട്ട് ശരിയായത്. ഇന്ത്യയിലെ ഷിഹുവാങ്തി എന്നറിയപ്പെടുന്നു. ഷിഹുവാങ്തി ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തിനെ എന്ത് വിളിച്ചു? ഷിഹുവാങ്തി. അപ്പൊ ആ പോയിന്റ് ശരിയാണ്. ചൈന വൻമതിൽ പണിയുന്നതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ആ സമയത്തുണ്ടായിരുന്ന ചക്രവർത്തിയാണ് ആര്? ഷിഹുവാങ്തി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചക്രവർത്തിയാണ് അവിടുത്തെ.
ഇവിടുത്തെ ആദ്യത്തെ ചക്രവർത്തിയാണ് മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു എന്ത്? ഇന്ത്യയിലെ ശിഖുവാങ്തിയാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടസ് എന്നറിയപ്പെടുന്നത്, ഇമ്പോർട്ടന്റ് പോയിന്റ്, സാൻഡ്രോകോട്ടസ് എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. തപാൽ സ്റ്റാമ്പിൽ ആദരസൂചകമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തി കൂടിയായിട്ടാണ് ആര്? ഈ പറയുന്ന ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ബുദ്ധമതം സ്വീകരിച്ച ആദ്യ ചക്രവർത്തി. ഇവിടെയാണ് തെറ്റ്. ഈ മരിക്കുന്ന കാലഘട്ടത്തിൽ, അത് അവസാന നാളുകളിൽ ജൈനമതം സ്വീകരിച്ച വ്യക്തിയാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പൊ ഈ പോയിന്റ് മാത്രമാണ് തെറ്റ് കാണുന്നത്. ബാക്കി മൂന്നും ശരിയാണ്. 1, 2, 3 ശരി. 1, 2, 3 ശരി. ഓപ്ഷൻ ഡി ആണ് വരിക. ശിഖുവാന്തി എന്നറിയപ്പെടുന്നുണ്ട്, സാൻഡ്രോകോട്ടസ് എന്നറിയപ്പെടുന്നുണ്ട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തി കൂടിയാണ് ആര്? ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ. നോക്കാം നമുക്ക്. ചന്ദ്രഗുപ്ത മൗര്യൻ അവസാന കാലങ്ങളിൽ സ്വീകരിച്ചത് ജൈനമതമാണ്. ബുദ്ധമതമല്ല, ജൈനമതമാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ അന്തരിച്ചത് ശ്രാവണബൽഗോളയിൽ വെച്ചാണ്. കർണാടകയിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജൈനമത കേന്ദ്രമാണ് ശ്രാവണബൽഗോള. അവിടെ വെച്ചിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അന്തരിക്കുന്നത്. അപ്പൊ ഈ 2 പോയിന്റും ബുദ്ധമതമല്ല, ജൈനമതമാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ അവസാന കാലങ്ങളിൽ സ്വീകരിച്ചത് ജൈനമതമാണ്. ഈ കേരളത്തിലെ ഒരു കവി, ജൈനമത വിശ്വാസിയായിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു, കുമാരനാശാൻ എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, ശരി. 16ാമത്തെ ക്വസ്റ്റ്യൻ, ജൈനമതത്തെ പറ്റിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ജൈനമത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: കളവ് പറയരുത്, ശരിയായ വിശ്വാസം, അഹിംസ, ശരിയായ പ്രവൃത്തി. കളവ് പറയരുത്, ശരിയായ വിശ്വാസം, അഹിംസ, ശരിയായ പ്രവൃത്തി. എല്ലാം ശരി. 1, 2, 3, 4 ശരി. എന്താണ്? 1, 2, 3, 4 ശരി. ഈ 4ഉം ജൈനമതാശയങ്ങളുമായി ബന്ധപ്പെട്ട. നോക്കൂ, ജൈനമതാശയങ്ങൾ: എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് എന്നുള്ള ആശയമാണ് എന്ത്? അഹിംസ. ഹിംസ അരുത്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതിന് 3ഉം കൂടി നമ്മൾ എന്തറിയപ്പെടും? ത്രിരത്നങ്ങൾ. എന്താണ്? ത്രിരത്നങ്ങൾ. അപ്പൊ ത്രിരത്നങ്ങൾ എന്ന് പറയുന്ന ആശയം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാം. ഏതാണ്? ജൈനമതം. ആ ത്രിരത്നങ്ങൾ ഏതാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. വിശ്വാസം, അറിവ്, പ്രവൃത്തി ഒക്കെ ശരിയായത്, അതാണ് ത്രിരത്നങ്ങൾ. കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അഹിംസ. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്ന കൺസെപ്റ്റാണ് ആർക്കുള്ളത്? ഈ ജൈനമതവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കേരളത്തിൽ പ്രചരിച്ച ആദ്യത്തെ ഉത്തരേന്ത്യൻ മതമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ജൈനമതത്തെ കണക്കാക്കുന്നത്. ബുദ്ധമതം, പാഴ്സി, ഹിന്ദു, അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൽ പ്രചരിച്ച ആദ്യത്തെ ഉത്തരേന്ത്യൻ മതം, ഓക്കെ, കേരളത്തിൽ പ്രചരിച്ച ആദ്യത്തെ ഉത്തരേന്ത്യൻ മതമാണ് ഏത്? ജൈനമതം. ജൈനകാശി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ശ്രാവണബൽഗോള. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ചന്ദ്രഗുപ്ത മൗര്യൻ അവസാന കാലഘട്ടത്തിൽ തന്റെ ജീവിതം ജൈനമതത്തിലേക്ക് വിശ്വാസമർപ്പിച്ച് ശ്രാവണബൽഗോളയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. ആ ശ്രാവണബൽഗോളയാണ് ജൈനകാശി. ഹിന്ദുമതത്തിന്റെ പുണ്യസ്ഥലമാണ് ഇത് കാശി. അപ്പൊ ജൈനമതത്തിന്റെ പുണ്യസ്ഥലത്തെ ജൈനകാശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്? ശ്രാവണബൽഗോള, കർണാടകയിലാണ്. ജൈന വിദ്യാലയങ്ങൾ, ജൈനമതത്തിന്റെ വിദ്യാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഗഡിക. തിരുവനന്തപുരം ജില്ലയിലെ ജൈന ഗഡികയാണ് ഇത്? കാന്തളൂർ ശാല. എന്താണ്ടായത്? ജൈനകാശി, ശ്രാവണബൽഗോളയാണ്. ജൈന വിദ്യാലയങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേര് ഗഡിക എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ജൈന ഗഡികയായിട്ട് അറിയപ്പെടുന്നതാണ് ഏത്? കാന്തളൂർ ശാല. ഇനി നോക്കൂ, തീർത്ഥങ്കരൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഏതാണ്? തീർത്ഥങ്കരൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയ വ്യക്തികളെയാണ് തീർത്ഥങ്കരർ എന്ന വാക്കിൽ ഉപയോഗിക്കുക. എന്താണ്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയെടുക്കുന്നവരെ ജൈനമത വിശ്വാസ പ്രകാരം പറയുന്ന പേരാണ് തീർത്ഥങ്കരർ. അങ്ങനെ 24 തീർത്ഥങ്കരന്മാരാണ് എന്തിനുണ്ടായിരുന്നത്? ജൈനമതത്തിനുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ജൈനമത വിശ്വാസ പ്രകാരം 24 തീർത്ഥങ്കരന്മാര് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയെടുക്കുന്നവര്. ശ്രാവണബൽഗോള, ഗഡിക, കാന്തളൂർ ശാല. നോക്കൂ, ജൈനമതവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ. ജൈനമതവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. ജൈനമത കേന്ദ്രമായിരുന്ന ദക്ഷിണേന്ത്യയിലെ സ്ഥലമാണ് തൃക്കണാമതിലകം.
ജൈനമത കേന്ദ്രമായിരുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു തൃക്കണാമതിലകം. ജൈനമതം പ്രചരിപ്പിച്ചത് വർദ്ധമാന മഹാവീരനാണ്. 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര്? 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ജൈനമതം വിശ്വാസിയായിരുന്ന തമിഴ് കവിയാണ് ഇളങ്കോവടികൾ. എങ്ങനെയാണ്? ജൈനമത വിശ്വാസിയായിരുന്ന തമിഴ് കവി, മലയാള കവി നമ്മൾ പറഞ്ഞു കുമാരനാശാനാണ്, തമിഴ് കവിയായിരുന്നു ഇത്രയാര്? ഇളങ്കോവടികൾ. 17 1 2 3 4 പ്രസ്താവനകളും ശരിയാണ്. നോക്കാം. തൃക്കണാമതിലകം ജൈനമത കേന്ദ്രമായിരുന്നു. ജൈനമതം പ്രചരിപ്പിച്ചത് വർദ്ധമാന മഹാവീരനാണ്. 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര്? വർദ്ധമാന മഹാവീരൻ. ജൈനമത വിശ്വാസിയായിരുന്ന തമിഴ് കവിയാണ് ഇളങ്കോവടികൾ. ജൈനമത ആരാധന കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെട്ടു. ഘടിക എന്താ? വിദ്യാഭ്യാസം അല്ലെ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജൈനമതത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇത് ഘടിക എന്ന് പറയുന്നത്. ഇതെന്താ? ജൈനമത ആരാധന കേന്ദ്രങ്ങൾ എന്തറിയപ്പെട്ടു? ക്ഷേത്രങ്ങൾ എന്നറിയപ്പെട്ടു. വയനാട്ടിലെ എടക്കൽ ഗുഹ എന്താണ്? ജൈനമത കേന്ദ്രമായിരുന്നു. അയ്യോ ക്ലോക്ക്. വയനാട്ടിലെ എടക്കൽ ഗുഹ എന്തായിരുന്നു? ജൈനമത കേന്ദ്രമായിരുന്നു. തൃക്കണാമതിലകം ജൈനമത കേന്ദ്രമായിരുന്നു അല്ലെ? ഓക്കെ. ക്വസ്റ്റ്യൻ, ബുദ്ധമതം അല്ലെ? വേറൊരു ദർശനാണ് ഇത് ബുദ്ധമതം എന്ന് പറയുന്നത്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ശരിയായ പ്രസ്താവനകൾ. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ. എന്താണ്? ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ. ബോധ്ഗയ അല്ലെ? ബോധ്ഗയയിൽ വെച്ച് ആർക്ക്? ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായി. ബുദ്ധമത വിഹാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ഏത്? മണിമേഖല. ഓക്കെ. ബുദ്ധമത വിഹാരത്തെ കുറിച്ചുള്ള ആദ്യത്തെ കൃതിയാണ് മണിമേഖല എന്ന് പറയുന്നത്. 1 2 3 ശരിയാണ്. അപ്പൊ എന്താണ് ഇവിടുന്ന് പഠിക്കാനുള്ളത്? ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ, അത് നമുക്കറിയാം. ബോധ്ഗയ, വീണ്ടും തെറ്റി അല്ലെ? ബോധ്ഗയ ബീഹാറിലെ അദ്ദേഹത്തിന് ജ്ഞാനോദയം കിട്ടിയ സ്ഥലമാണ് മണിമേഖല എന്ന് പറഞ്ഞൊരു കൃതി. നോക്കൂ, SCRT-ലെ ഒരു പാഠത്തിലെ ആ ചെറിയ ഭാഗം. ബുദ്ധമത ആശയങ്ങളും എന്ത് തന്നെയാണ്? അഹിംസ തന്നെയാണ്. ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യന്റെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഓക്കെ. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ജൈനമത കേന്ദ്രം നമ്മൾ പറഞ്ഞു തൃക്കണാമതിലകം. ബുദ്ധമത കേന്ദ്രം ഏതാണ്? ശ്രീമൂലവാസമാണ്. ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധമത കേന്ദ്രം ഏതാണ്? ശ്രീമൂലവാസമാണ്. ബുദ്ധമതത്തെ സ്വാധീനിച്ച മലയാള കവി ആരാണ്? കുമാരനാശാൻ അല്ലെ? ഞാൻ നേരത്തെ ജൈനമതം എന്നാ പറഞ്ഞു തോന്നുന്നു അല്ലെ? അത് മാറ്റി പറയുന്നു, സോറി. എന്താണ്? ബുദ്ധമതത്തെ സ്വാധീനിച്ച മലയാള കവിയാണ് കുമാരനാശാൻ. ജൈനമതത്തെ സ്വാധീനിച്ച തമിഴ് കവിയാണ് ഇളങ്കോവടികൾ. പറഞ്ഞു വന്നപ്പോൾ തെറ്റിയതാണ്, സോറി. ഓക്കെ. എന്താണ്? വീണ്ടും പറയുന്നു, ബുദ്ധമതത്തെ സ്വാധീനിച്ച മലയാള കവി കുമാരനാശാൻ. ഇനി അത് തെറ്റാതിരിക്കാൻ പറയുക എന്ത്? കുമാരനാശാന്റെ ശ്രീബുദ്ധ ചരിതം എന്ന് പറയുന്ന കൃതി ഒന്നാമത്തെ അതിന്റെ തെളിവ്. രണ്ടാമത്തെ ചണ്ടാല ഭിക്ഷുകി ബുദ്ധമത കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്രീകൃതമായ കൃതിയാണ്. അതുപോലെ തന്നെ അവസാനത്തെ കൃതി കരുണ. ഇതെല്ലാം എന്താണ്? ബുദ്ധമത കേന്ദ്രീകൃതമായ കൃതിയാണ്. അപ്പൊ അതുകൊണ്ട് കുമാരനാശാൻ ചേർന്ന് നിൽക്കുന്ന മതം ഏതാ ചോദിച്ചാൽ ബുദ്ധമതമാണ്. ക്ലാസ്സിന്റെ എവിടെയോ ഞാൻ എൻ്റെ നാക്ക് പിഴച്ചിട്ട് ഒരു ജൈനമതം കയറി വന്നോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. തെറ്റരുത്. ജൈനമതവുമായി ബന്ധപ്പെട്ട തമിഴ് കവി ഇളങ്കോവടികളും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധമതം സ്വാധീനിച്ച മലയാള കവി കുമാരനാശാനുമാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ ബുദ്ധമത കേന്ദ്രം ശ്രീമൂലവാസം, ജൈനമത കേന്ദ്രം തൃക്കണാമതിലകം, ബുദ്ധമതം സ്വാധീനിച്ച മലയാള കവി കുമാരനാശാൻ, ജൈനമതത്തെ സ്വാധീനിച്ച തമിഴ് കവി ഇളങ്കോവടികൾ. ഓക്കെ. ഒരു ചാർവാക ദർശനം, അതും ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു. ദർശനം എന്ന് ഉദ്ദേശിക്കുന്നത് മതവിശ്വാസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. ഇന്ത്യയിൽ നമ്മൾ ജൈനമത ദർശനം എന്നാണ് പറയാ, ബുദ്ധമത ദർശനം എന്നാണ് പറയാ. അതുപോലെ ചാർവാക ദർശനം, ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം
ലോകായത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വമാണ് ഇത് പിന്തുടർന്നത്. ഓക്കെ, എന്താണ് വിശ്വസിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്താ അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. പേരെന്താണ്? ലോകായത. ചാർവാക ദർശനം അന്വേഷിക്കുക എന്ന കൺസെപ്റ്റിനാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്. അന്വേഷിക്കുക, അന്വേഷിക്കുക, അന്വേഷിക്കുക. ചാർവാക ദർശനം, ലോകായത. ഓക്കെ അല്ലേ? ശരി, നോക്കൂ. അപ്പൊ നമ്മളിന്ന് ഈ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? റോമൻ സാമ്രാജ്യം, അതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, മഗധ, ഇന്ത്യയിലായത്തെ മൗര്യ സാമ്രാജ്യം, അതുപോലെ തന്നെ നമ്മുടെ അത്രയും റോമൻ പറഞ്ഞല്ലോ അല്ലെ. ഇത്തരം സാമ്രാജ്യങ്ങളും ആ സാമ്രാജ്യങ്ങൾ വളർന്നു വന്നൊരു ആ ഘട്ടവുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരല്പം സ്പീഡ് തോന്നിയെങ്കിൽ പേടിക്കരുത്. ഇതുമായി തുടർന്നിട്ട് വരുന്ന ചാപ്റ്ററുകൾ ഉണ്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് പറയും. ഇത് 6ാം ക്ലാസ്സേ ആയിട്ടുള്ളൂ. ചിലപ്പോൾ ഇതുമായി തുടർന്നിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള ക്ലാസ്സുകൾ, ചാപ്റ്ററുകൾ ഇനി 8ലും 9ലും 10ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ചെറിയ ചാപ്റ്ററുകളാണ്, പെട്ടെന്ന് പഠിച്ചു വെക്കുക. പുതിയ ചാപ്റ്ററുകളായിട്ട് വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും കൂടെ നിന്ന് കട്ടയ്ക്ക് പഠിക്കുക, റാങ്ക് മേടിക്കുക. ഓക്കെ, അപ്പോൾ ഫാൽക്കൺ XPSCയുടെ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. ഇതേ സീരീസ് SCERT സോഷ്യൽ സയൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.